ഹലോ ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിന് മുമ്പത്തെ ഒരു ദിവസം എപ്പോഴോ ഒരിക്കൽ അഖിൽ മാരാർ പതിവ് പോലെ ഒരു വെളിവുകേട് പറഞ്ഞു. വെളിവുകേട്, വൃത്തികേട്, വിവരക്കേട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നൊരു കാര്യം. അതിനെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ബോക്സിൽ വന്നു. ഒത്തിരി ഇൻബോക്സിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജുകളാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളെ ട്രിഗർ ചെയ്യുന്ന കുറേ ആളുകളുടെ ജീവിതത്തിനെ വളരെ മോശമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ഇന്നലെ മുതൽ എൻ്റെ ഫോണിലേക്കൊരു നമ്പർ വരുന്നുണ്ട്. ട്രൂ കോളറിൽ നോക്കിയപ്പോൾ അഖിൽ മാരാർ മാനേജർ എന്നൊക്കെയാണ് കിടക്കുന്നത്. എന്തായാലും ഞാൻ ആ കോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നെ അങ്ങനെ വിളിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി കാണിച്ചു, ഒരു വൃത്തികേട് പറഞ്ഞു. ആ വൃത്തികേടിനെ ന്യായീകരിച്ച് മെഴുകാൻ ആരംഭിച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അത് രാവിലെ കണ്ടപ്പോൾ നേരത്തെ നമ്മൾ റിയാക്ട് ചെയ്ത റീലില്ലേ, അതിനേക്കാൾ ഭീകരവും അപകടകരവുമാണെന്ന് തോന്നി. അതുകൊണ്ട് ആ പോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാനിത് വായിക്കാം. ഇത് നിർത്തി വായിക്കാനുണ്ട്. എനിക്കിത് ഇത് വലിയൊരു പോസ്റ്റാണ്, പിന്നെ ഇതൊരു വല്ലാത്ത പോസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർത്തി വായിക്കാം. അതെ, നിർത്തി വായിക്കുക കുട്ടി എന്നല്ലേ ഭാവം വരും. അതെ, എനിക്ക് പിന്നെ അഖിലണ്ണൻ ഉദ്ദേശിച്ച അത്രയും ഭാവത്തിൽ എനിക്കിത് വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും അർത്ഥതലങ്ങൾ ഞാൻ മിസ്സാക്കി പോയിട്ടുണ്ടെങ്കിൽ അണ്ണൻ എന്നോട് ക്ഷമിക്കണം. പറയുന്നത് ഉൾക്കൊള്ളാൻ ബോധമില്ലാത്ത കുറേ എണ്ണത്തെ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ചെയ്യേണ്ട ബാധ്യതയാണ്. അതാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അണ്ണൻ അറിയാം, അണ്ണൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇവിടെ ഡോക്ടർമാർ, അതായത് 5 വർഷം പഠിച്ച് അത് കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്ത് ഒക്കെ പരിചയമുള്ള ഡോക്ടർമാർ പറയുന്നത്, സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, ഈ പ്രസവം എന്ന് പറയുന്ന സിറ്റുവേഷൻസിൻ്റെ പല വേരിയേഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള അത്രയും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതൊന്നുമല്ല, ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ബോധമില്ലാത്തത് ബാക്കിയുള്ളവർക്കും, ബോധമുള്ളത് അണ്ണന് മാത്രം. മറ്റേ പഴയൊരു വിറ്റുണ്ടല്ലോ, അതായത് അമ്പലപ്പറമ്പിൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ കൂടെ വന്ന് 49 പേരെയും കാണാതായിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ അനൗൺസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരിക. ഇതാണ് അണ്ണൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അണ്ണൻ ഈ ന്യായീകരണ പോസ്റ്റ് ഫേസ്ബുക്കിലാണ് ഇട്ടത്, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൊങ്കാല കിട്ടും. മാത്രമല്ല പുരുഷന്മാരുടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് അണ്ണൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അഡ്രസ്സ് ചെയ്യുന്ന, പ്രസവ മുറിയിൽ വരെ സ്ത്രീകളോടൊപ്പം പോകുന്ന പുരുഷന്മാരുണ്ട്. പുതിയ ജനറേഷനിലുള്ള ആളുകളും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വരുന്നത്. അനുഭവങ്ങളൊക്കെ എല്ലാവർക്കും പറയാൻ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് പുരുഷന്മാരുടെ സപ്പോർട്ടും കിട്ടിയില്ല. അണ്ണൻ കടുത്ത സമ്മർദ്ദത്തിലായിട്ടുള്ള ഒരു പോസ്റ്റാണിത്. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ടോ. ഞാൻ ഇന്നലെ പോസ്റ്റൊക്കെ വായിക്കുന്ന സമയത്തും കൂടുതൽ പുരുഷന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ ലേബർ റൂമിൽ കയറിയിട്ടുണ്ട്. ലേബർ റൂമിൽ കയറുന്നത് മാത്രമല്ല, ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈം തൊട്ട് അവരോടൊപ്പം സമയം ചെലവഴിച്ച് അവരനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്നത്. അത് ഭർത്താവാകണം എന്ന് തന്നെ ഇല്ല കേട്ടോ, സഹോദരനായിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ഒരു സുഹൃത്തായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പുരുഷന്മാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അത് മനസ്സിലാക്കുന്ന, നിങ്ങൾക്കറിയില്ല അഖിലെ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്ന്. അഖിൽ എന്തോ വലിയ അച്ചീവ്മെൻ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊരു അച്ചീവ്മെൻ്റ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ സംസാരിക്കുന്ന ആൾക്കാരും അച്ഛന്മാരാണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിന് ബോധമില്ല എന്നുള്ളതും ബാക്കിയുള്ളവർക്ക് ബോധമുണ്ട് എന്നുള്ളതുമാണ് ആ വ്യത്യാസം. അത് മാരാര് തിരിച്ചറിയുമായിരിക്കും. കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു, ഉണ്ണി നിങ്ങൾ നന്നായി സംസാരിച്ചു, നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ. ആരോ ഒരാൾ വി നീഡ് മോർ മെൻ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്നെപ്പോലെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസവവും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പുരുഷന്മാർ നാട്ടിലിപ്പോൾ ഉണ്ട്. പഴയ പോലെ അല്ല. എനിക്ക് പറയാനൊരു സ്പേസ് ഉണ്ട് എന്നുള്ളതും അതിങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ കമൻറ്റ് ബോക്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പുരുഷന്മാർക്ക് ഒപ്പമുള്ള സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. പിന്നെ ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ അങ്ങോട്ടേക്ക് ആദ്യം പറയാം. ഉണ്ണി ഒരു അച്ഛനായിട്ടില്ല, ഞാനൊരു അമ്മയായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ എന്താണ് അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടെയുള്ള ഒരു സഹജീവിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ, പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ അതേ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നില്ല. നമുക്ക് ഒരു എമ്പതി ഉണ്ടായാൽ മതി. പിന്നെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധ്യവും കൂടി ഉണ്ടാവണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് കുറേയൊക്കെ, നമുക്ക് ആർക്കും മിസ്റ്റേക്സ് പറ്റാത്ത മനുഷ്യന്മാരൊന്നുമല്ല. പക്ഷേ ഇതേപോലെ കടന്ന് ഉരുളൂല. പറ്റിക്കഴിഞ്ഞിട്ടും അത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കി, അതായത് മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റും എന്ന് പറയുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണത്. അത് നമ്മൾ മനസ്സിലാക്കുക, തിരുത്തുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത്, അത് ഞാൻ ബാക്കി വായിക്കാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കും. നമ്മൾ പറഞ്ഞു ആക്ച്വലി പോസ്റ്റ് ഞങ്ങൾ ഒരു പ്രാവശ്യം വായിച്ച് എന്തുവാണോ ഇത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. നമുക്ക് പോസ്റ്റ് വായിക്കാം. പ്രസവം എന്നാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന മഹത്തായ ഉദാത്തമായ ഒരു ക്രിയയാണ്. അത് എൻജോയ് ചെയ്യണമെങ്കിൽ താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന ചിന്തയും അതിലൂടെ അവൾക്ക് ലഭിക്കുന്ന ആത്മനിർവൃതിയും ഒരു സ്ത്രീക്കുണ്ടാവണം. അങ്ങനെ അത്തരം ഒരു മഹത്വമാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞെന്നായിരിക്കും ഉദ്ദേശിച്ച് കുഞ്ഞ് എന്ന ചിന്ത. ഗർഭകാലത്തെ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്ത്രീക്ക് കഴിയുന്നത് ഈ മഹത്വത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ മഹത്വം അവൾ അറിയുന്നത് കൊണ്ടാണ്. മറിച്ചായിരിക്കും ഉദ്ദേശിച്ചത്. മറിച്ച് വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ ജീവിതം തകർത്തു, എൻ്റെ സൗന്ദര്യം തകർത്തു, ഇനി ഈ നാശത്തെ പ്രസവിച്ചാൽ എന്താകും എൻ്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങളെയും പുരോഗമനത്തിൻ്റെ പേരിൽ കുടുംബം എന്ന മൂല്യമില്ലാതാക്കാൻ നടക്കുന്ന ജനങ്ങളെയും ഞാൻ മനുഷ്യഗണത്തിൽ പോലും കൂട്ടുന്നില്ല. ഇത് അണ്ണൻ ഉദ്ദേശിച്ച ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് എങ്ങോട്ടേക്കാണ് ഇറക്കാൻ ഉദ്ദേശിച്ചതെന്നും എന്തുതരം സപ്പോർട്ടാണ് അണ്ണൻ പ്രതീക്ഷിച്ചതെന്നും മനസ്സിലായി. അത് പ്രതീക്ഷിച്ചാണ് ഈ അടുത്തൊരു കർമ്മം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കർമ്മത്തിൻ്റെ ഫലം വരട്ടെ. അമ്മയാകാൻ പോകുന്നതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ മുന്നിൽ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ട്രാപ്പിൽ വീഴരുത് എന്നാണ്. കാരണം ഇത് പ്രകൃതിയാ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു സ്പീഷീസിൻ്റെ നിലനിൽപ്പിന് അടുത്ത ജനറേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരാവശ്യമാണ്. പക്ഷേ നമ്മൾ ഓരോ ജീവിഗണങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പല കാര്യങ്ങളിൽ വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരുകയും സ്ത്രീ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ പുരുഷൻ്റെ എന്തെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീയുടെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ സമയമെടുത്തു എന്ന് വരും. ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് വരും. ചിലർക്ക് ഗർഭധാരണത്തിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ വിങ് ഉണ്ട്. ഈ നാച്ചുറലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാവുന്ന സ്ത്രീക്ക് മാത്രം മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. പക്ഷേ ഈ മഹത്വം നിങ്ങൾക്ക് എടുത്തു വെച്ച് തരുന്നത് യു ഷുഡ് ഡൂ ദിസ് ആൻഡ് യു ഷുഡ് ഡൂ ദിസ് ഇൻ എ വേ, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറയാൻ വേണ്ടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തരുന്ന മഹത്വമാണ്. ഇതിനകത്ത് പോയി വീടരുത്. നമ്മളിപ്പോൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നു, ഒരു പാർട്ട്ണറായി നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുന്നു, ആ കുഞ്ഞിനെ നോക്കാനുള്ള പ്രാപ്തിയിലേക്ക് നമ്മളെത്തുന്നു. കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാം, നമുക്കതിന് വേണ്ടി ഇനിയിപ്പോൾ മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടി വന്നാൽ അതും എടുക്കാം. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കൂൾ. പക്ഷേ ഇത് ചെയ്യുമ്പോഴേ നിങ്ങൾ ഒരു സ്ത്രീയായി മാറുള്ളൂ, അമ്മയാവുക എന്നുള്ളതാണ് ഒരു സ്ത്രീയുടെ പരിപൂർണത എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മഹത്വവൽക്കരണങ്ങൾ എല്ലാ കാലത്തും ബുദ്ധിമുട്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് അയാൾ ഫീസ് കൃത്യമായിട്ട് ചോദിക്കാൻ പാടില്ല. അയാളൊരു കാര്യം പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ അടുത്ത് നിന്ന് നമ്മളൊരു സേവനം എടുക്കുന്നു, ആ സേവനത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നു. ഡോക്ടർ പൈസ കൂട്ടി ചോദിച്ചാൽ പ്രശ്നം, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്താൽ പ്രശ്നം, ഡോക്ടറുടെ അടുത്ത് എത്തിയിട്ടും ജീവൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ പ്രശ്നം. അയാളെ നമ്മൾ എന്തിനാ ദൈവമാക്കുന്നത്? അയാളിത് പഠിച്ചിട്ടിരിക്കുന്നു, അയാൾ സപ്പോർട്ട് ചെയ്യുന്നു. ചിലപ്പോൾ ആ സപ്പോർട്ട് വലിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്ക്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഏത് സിറ്റുവേഷനിലും മഹത്വവൽക്കരണം കൊടുക്കുന്നത് ഒരു ജെൻഡറിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ചില കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ വീണു പോരുത്. പണ്ടൊക്കെ അത് വിജയിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് നമ്മുടെ പുതിയ ജനറേഷൻ മാറി തുടങ്ങിയിട്ടുണ്ട്. വീഴരുത്. പ്രസവം, മാതൃത്വം, ഇതിനെയൊക്കെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പരകോടിയിൽ എത്തിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇവിടുത്തെ സ്ത്രീകൾ. ഒരു കുട്ടി ജനിക്കാത്ത, അതിനെന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ശാരീരിക അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട്. അവരെ എന്തെല്ലാം പേരുകൾ വിളിച്ച് ഏതൊക്കെ തരത്തിൽ നമ്മൾ അപമാനിച്ചിട്ടുണ്ട്. അവർ ചടങ്ങുകളിൽ നിന്ന്, ഈ നല്ല ചടങ്ങുകൾ എന്ന് പറയുന്ന അത്തരം ചടങ്ങുകളിൽ നിന്ന് വരെ മാറ്റി നിർത്തപ്പെട്ടിട്ട് അത്തരത്തിൽ തഴയപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. ഒരു ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ ഇവിടെയുണ്ട്. തിരിച്ച് ആണുങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആണത്വത്തെ തന്നെ, അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് അറിവുള്ള അണ്ണനെ പോലെ അല്ലേ, അങ്ങനെയുള്ള മനുഷ്യന്മാരിവിടെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ അതിനെ ചോദ്യം ചെയ്യാനെങ്കിലും കുറച്ച് മനുഷ്യന്മാർ കടന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കരുതോ, അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് 100 കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 പേരും വളരെ ആഗ്രഹിച്ച് മോഹിച്ച് കൊതിച്ച് ഒന്നും ആയിരിക്കത്തില്ല. ഇവിടെ കല്യാണം പോലും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ കഴിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴും നമ്മൾ മാരിറ്റൽ റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ ഭർത്താവിന് അതിന് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അത്രയും ബോധമില്ലാത്ത ജനങ്ങൾ. അണ്ണൻ പറഞ്ഞ പോലെ മറ്റേ മഹത്വവും കൂടെ ചേർത്ത്, കല്യാണത്തിൻ്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് വെച്ചിട്ട് മാരിറ്റൽ റേപ്പ് എന്താണ് എന്ന് പോലും മനസ്സിലാകാൻ ബോധമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പം ഈ സ്ത്രീ
സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് മറ്റേ മഹത്തായ പ്രോസസ്സാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളുടെ അടുത്തോട്ട് ചെല്ലരുത്. തീർച്ചയായിട്ടും അത് ഒരുപാട് ആഗ്രഹിച്ച് അമ്മയാകുന്ന സ്ത്രീകളുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചിട്ടും അതിന് കഴിയാതെ പോയിട്ട് അവരുടെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ ഒരുപക്ഷെ ആ ഒരു ഒരു കുഞ്ഞ് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്ന, അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും അതിന് കഴിയാതെ പോകുന്ന സ്ത്രീകളുണ്ട്. അപ്പം ഈ സ്ത്രീകളെയൊക്കെ കൂടെ നിങ്ങൾ ഈ ഒറ്റ ബോക്സിനകത്താക്കി അതിനകത്ത് തട്ടരുത്. പല തരത്തിലുള്ള സ്ത്രീകളുണ്ട്, പല തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെ ഗർഭിണിയാകുന്ന സ്ത്രീകളുണ്ട്. ഇനി ഗർഭിണിയായി കഴിഞ്ഞാലും അത്രയും വിഭിന്നമായ മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട്. അതിൻ്റെ കൂടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും കൂടി. ഇന്നലെ വന്ന മെസ്സേജുകളിൽ ഒന്ന്, എനിക്ക് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഗർഭാശയത്തിന് ഈ കുഞ്ഞിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർ ഒരുപാട് ഇഞ്ചക്ഷൻസ് എടുത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആശിച്ചു മോഹിച്ചതും 2-3 കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും പ്രോസസ്സ് ഉണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കുണ്ടല്ലോ, സ്ത്രീ രൂപത്തിലുള്ള നികൃഷ്ട ജീവികൾ എന്ന് പറയില്ലേ. ഈ ആറ്റിറ്റ്യൂഡോടുകൂടി കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാതെ പോയ സ്ത്രീകളെ കുറ്റം പറയുന്നവരുണ്ട്. ഞാൻ ആ മെസ്സേജൊക്കെ വായിക്കുന്ന സമയത്ത് അങ്ങനെ ഓരോ കുഞ്ഞിനെയും നഷ്ടപ്പെടുമ്പോൾ അവരുടെ ചുറ്റും അവരെ ഇത്തരത്തിൽ അണ്ണൻ നോക്കി കാണുന്ന കണ്ണോടുകൂടി നോക്കി കാണുകയോ പെരുമാറുകയോ ചെയ്യുന്ന ഒരാൾ പോലും ഉണ്ടാവരുതെന്നാണ് ആഗ്രഹിച്ചത്. കാരണം അതൊരു മനുഷ്യജീവിയെ എങ്ങനെയാണോ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കല്യാണം വേണ്ട, എനിക്കൊരു പാർട്ട്ണറെ വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ കല്യാണം കഴിച്ചോളാം, എനിക്കിപ്പോൾ കുഞ്ഞിനെ വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഞങ്ങൾ എത്തിയിട്ടില്ല, അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന സ്ത്രീകൾ അവർ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും അവർ മറ്റേ കുടുംബജീവിതത്തിനൊക്കെ എതിരാണ് ഈ സ്ത്രീ ശരീരമുള്ള നികൃഷ്ട ജീവികൾ എന്നൊക്കെ പറയുന്നത് എന്ത് ബോധക്കേടാടോ, എന്ത് ബോധക്കേടാടോ? നിങ്ങൾ ഈ പറയുന്ന പുരുഷ ശരീരത്തിൽ ജീവിക്കുന്ന നികൃഷ്ട ജീവി എന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞാലോ? അപ്പോൾ നിങ്ങൾ പുരുഷൻ്റെ എല്ലാ ധർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാലത്തെ പുരുഷൻ്റെ ധർമ്മമല്ലേ ചെയ്തത്? നിങ്ങൾ ഈ അരിയിടിക്കുമ്പോൾ മറ്റേ കുഞ്ഞിനെ പ്രസവിച്ച കാലഘട്ടത്തിൽ പുരുഷൻ്റെ ധർമ്മമല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരല്ല ഇന്നുള്ളത്. 12 കുഞ്ഞുങ്ങൾ 16 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി 3 കുഞ്ഞുങ്ങൾ മാത്രമായി മുന്നോട്ട് വന്നിട്ടുള്ള ആ ഫാമിലി ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇത് ആളുകളുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാനിതല്ല ഉദ്ദേശിച്ചത്. ഞാൻ മറ്റേ മഹത്വമുള്ള മറ്റേ സ്ത്രീ, കുടുംബം, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറയുന്ന സാധനം പറയുമ്പോഴേക്കും കുടുംബസ്നേഹം പിന്നെ മറ്റേ ഭക്തിയൊക്കെയുള്ള അവരൊക്കെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അണ്ണൻ ഈ ഡയലോഗ് അടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ ആ വീഡിയോയിലിരുന്ന് പറഞ്ഞതിനേക്കാൾ വൃത്തികെട്ട ഡയലോഗാണ്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ പ്രധാന ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിച്ചേൽപ്പിക്കലാണ്. മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ ചോദ്യം ചെയ്യലാണ്. നിങ്ങൾ എന്തെങ്കിലും പഠിക്കൂ എന്നാണ് പറയാൻ തോന്നുന്നത്. എനിക്കിതിനകത്ത് ഒരു സെൻറ്റൻസ് എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അണ്ണൻ വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇനി പരിപാടി തുടരുന്നതാണ് നല്ലത്. വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ജീവിതം തകർത്തു, എൻ്റെ സൗന്ദര്യം തകർത്തു, ഇനി നാശത്തെ പ്രസവിച്ചാൽ എന്താകും എൻ്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങൾ. നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ചിട്ട്. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ നമ്മൾ ആൾക്കാരല്ല. അത് അണ്ണൻ്റെ ഭാഷയിൽ ഉഡായിപ്പ് മെഡിക്കൽ ടീംസ് അവരതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ സെൻറ്ററിൽ ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ഇപ്പോൾ അവർ ഇതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ അണ്ണനെ ആട്ടി പുറത്താക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അണ്ണനെ ഇരുത്തി പറഞ്ഞു തരും. അതിനാണ് അവരവിടെ ഇരിക്കുന്നത്. ഇതിലും വലിയ ടീംസിനെ ഡീൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് അണ്ണനെയും ഡീൽ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. അവരിരുത്തി പറഞ്ഞു തരും എന്താണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇനിയിപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഗർഭാവസ്ഥയിൽ വരുവടോ ഒരു സ്ത്രീക്ക് പലതരം അവൾ അന്ന് വരെ കണ്ട ശരീരമല്ല അതിന് ശേഷം അവൾ കാണാൻ തുടങ്ങുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ പ്രസവിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പ്രസവിച്ചിട്ടുണ്ട്, റിലേറ്റീവ്സ് ഒരുപാട് പേരുണ്ട്. അവരോട് ജസ്റ്റ് ഒന്ന് കാണണോ, അവരോടൊന്ന് പോയി ചോദിക്കാൻ ഏതവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്നുള്ളത്. അതുവരെ കണ്ട നമ്മുടെ ശരീരത്തിൽ പല തരത്തിലുള്ള ഹോർമോണൽ വ്യതിയാനം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒരു സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുന്നത്. ഒരു സ്ത്രീ തൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്താ കുഴപ്പം? എന്താ തൻ്റെ സർട്ടിഫിക്കറ്റ് വേണോ അവർക്ക് അവരുടെ ശരീരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുവരെ ഈ പറയുന്ന തരത്തിൽ ചിലപ്പോൾ ഡയറ്റോ എക്സസൈസോ ഇനിയിപ്പോൾ അതൊന്നും എടുത്തിട്ടല്ലെങ്കിലും തൻ്റെ ഇഷ്ടത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന ഒരു ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു സ്ത്രീ അസ്വസ്ഥയാകും. സ്ട്രെച്ച് മാർക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചിലർക്ക് അത് കാര്യമേ ആയിരിക്കില്ല. അത് പലരുടെയും ബോഡി ടൈപ്പ് അനുസരിച്ചും സ്കിൻ ടൈപ്പ് അനുസരിച്ചും മാറിയൊക്കെ ഇരിക്കും പലരുടെയും ശരീരത്തിൽ വരുന്നത്. താൻ അന്ന് വരെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ താൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു ശരീരമല്ല പിന്നീട് അങ്ങോട്ടേക്ക് കാണുന്നതെന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയെ
മാനസികമായി തളർത്തും. അതവർക്ക് ആ കുഞ്ഞിനോട് ഇഷ്ടക്കേടുണ്ടായിട്ടോ ഒന്നുമല്ല. പിന്നെ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെയും കടന്നു പോകും. നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ്, നമ്മുടെ ശരീരത്തിലേക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം നമ്മൾ പല പല അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ സമയത്ത് ഈശ്വര, ഞാൻ ഗർഭിണി ആയതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്തരത്തിലുള്ള ശാരീരിക അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വന്നതെന്നൊരു സ്ത്രീ ചിന്തിച്ചു കഴിഞ്ഞാൽ താൻ ഒരു കാര്യം ചെയ്യും. താൻ അവിടെ ഇരുന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി, അണ്ണൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് താൻ എല്ലാവർക്കും എഴുതി കൊടുക്കുക. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ, അയ്യോ അണ്ണൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പോൾ ഇനി അതുകൊണ്ട് എൻ്റെ ഗർഭം മഹത്വമായി എന്നവർ വിചാരിച്ചിരിക്കുമോ? ഇല്ല. തൻ്റെ വായിന്ന് നികൃഷ്ട ജീവി എന്ന് കേൾക്കുന്നത് ചിലപ്പോൾ അവർക്കൊരു അംഗീകാരമായിട്ട് അവർ കാണുമായിരിക്കും. ഒരു കുഴപ്പമില്ല. നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരുടെ വായിന്ന് നികൃഷ്ട ജീവി എന്ന് കേൾക്കുന്നതാണ് ചില മനുഷ്യന്മാർക്ക് അംഗീകാരം. കാരണം നിങ്ങളുടെ കാറ്റഗറിയിൽ വരത്തില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മഹത്വവൽക്കരിച്ച് വെച്ചിരിക്കുന്ന സ്ത്രീകളുടെ കാറ്റഗറിയിൽ അവർ വരത്തില്ലല്ലോ. അപ്പോൾ അത് അവർക്കൊരു അംഗീകാരമായിട്ട് തോന്നും. ഇത് ഏതെങ്കിലും പ്രസവിച്ച സ്ത്രീകളുടെ നടുക്കോട്ട് ചെന്ന് നിന്ന് ഇത് എന്നിട്ട് അണ്ണൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള സ്ത്രീകളല്ല കേട്ടോ, അല്ലാത്ത 10 സ്ത്രീകളുടെ നടുക്കോട്ട് ചെന്ന് നിന്ന് ഇതൊന്ന് പറഞ്ഞു നോക്കണം. ഇത് എഴുതി എങ്ങനെ സാധിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നത് ഇത് എഴുതിയിടാൻ വേണ്ടിയിട്ട്? പിന്നെ ഈ ഗർഭാവസ്ഥയിൽ ശരീരത്തിൻ്റെ രൂപം മാറുന്നത് കൊണ്ട് മാത്രമല്ല, ആ ഗർഭാവസ്ഥയിൽ എത്തിച്ച കെട്ടിയോൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, അങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ട്. അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളുണ്ട്, അവരുടെ ബന്ധുജനങ്ങളുണ്ട്, ഓരോരുത്തരിൽ നിന്ന് വരുന്ന വാചകങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീ നേരിടുന്നുണ്ട്. അല്ലാതെ മറ്റേ വയറ്റിലേക്ക് നോക്കിയിട്ട് എൻ്റെ വയറ് വലുതായി പോയല്ലോ, ഈ കുഞ്ഞ് കാരണമാണല്ലോ എന്ന് മാത്രമല്ല അവർ ചിന്തിക്കുക. പിന്നെ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരുപാട് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയിട്ടുള്ള എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമ്പോഴാണ്. അത് അമ്മമാർ തന്നെ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു വലിയ റിയാലിറ്റിയാണ്. അതൊരു ഭീകരാവസ്ഥയാണ്. അത് മനസ്സിലാക്കാനുള്ള മിനിമം സെൻസ് പോലും ഇല്ലാതെ അവർക്ക് കുഞ്ഞിനോട് ദേഷ്യം തോന്നുന്നത്, ശരീരത്തോട് ദേഷ്യം തോന്നുന്നത്, ജീവിതത്തോട് അകൽച്ച തോന്നുന്നത്, അതിനെക്കുറിച്ചൊക്കെ അഡ്രസ്സ് ചെയ്ത് ആ സിറ്റുവേഷനിൽ പരമാവധി ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴേ അവളെ നികൃഷ്ട ജീവിയായിട്ട് നിങ്ങൾ മുദ്ര കുത്താൻ നോക്കുന്നത്. നോ, അവൾക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരും. ആ ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്. അതിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതിന് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും, ചിലപ്പോൾ തെറാപ്പി സെഷൻസ് ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മിസ്റ്റർ അണ്ണൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് റാങ്. ഞാൻ ചെറിയൊരു വാണിംഗ് പറഞ്ഞോട്ടെ. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമാണ് നിങ്ങളെങ്കിലും ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യണേ. അണ്ണൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കൊടുത്തോട്ടെ. ഈ കേരളത്തിൽ ദിവ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ പ്രസവിച്ച് 3.5 മാസം പ്രായമുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ആ കുഞ്ഞിനെ അവർക്ക് അവരുടെ കൈകൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കേണ്ടി വന്നു. അതവർ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് കൊണ്ടാണ്. അവർ ഇപ്പോൾ 1 കൊല്ലം മുന്നേ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് മനുഷ്യന്മാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ പ്രൊഫഷണൽസ് അടക്കം. എന്നിട്ടും അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ജസ്റ്റ് ബിക്കോസ് ഇതേപോലെ നികൃഷ്ട ജീവിയെന്നും ജനിച്ച കുഞ്ഞുങ്ങളെ വിലയില്ലാത്ത ആൾക്കാർ, അത്തരത്തിൽ പല തരത്തിലുള്ള വൃത്തികേടുകൾ പറയുന്ന മനുഷ്യന്മാർ അവരും കൂടി ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അത്തരത്തിലുള്ള പഴി കേൾക്കേണ്ടി വന്നതുകൊണ്ടും തൻ്റെ മാനസികാവസ്ഥ കൊണ്ടാണ് താൻ എങ്ങനെ ചെയ്തു പോയത് എന്നുള്ള ഒരു കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ ആ കുറ്റബോധത്തിലായിരുന്നു കൂടുതലും ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണോ, തനിക്കൊക്കെ എന്ത് വിവരമുണ്ടോ, തനിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുക. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയും കൂടി മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇങ്ങനെ എഴുതി വിടാൻ വേണ്ടിയിട്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഞാനിത് എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി വായിക്കാം. നമുക്കൊരു ഗടാഗടികൻ പോസ്റ്റാണ് വായിച്ചു തീർക്കാനുള്ളത്. ആദ്യത്തെ 2-3 സെൻറ്റൻസിൽ തന്നെ ഒരു ലോഡ് വിവരക്കേട് നമ്മൾ വായിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ചേർന്ന് ചെയ്ത ഒരു ഗുണം എന്നത് അമ്മയാകാൻ ഇന്ന് പല പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഈ ചിന്ത പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് എത്തിയത്? ഗർഭം എന്നത് ഒരു മാരക രോഗം പോലെ 10 മാസം ആശുപത്രി വാസമാക്കി അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒരു സ്ത്രീക്ക് നൽകി അവളുടെ ഈ 10 മാസത്തെ കച്ചവടമാക്കി അതിലൂടെ കൊയ്യുന്ന ലാഭം പല ആശുപത്രികളും ലക്ഷ്യമിട്ടപ്പോൾ നോർമൽ ഡെലിവറി എന്നത് ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയായി. നോർമൽ ഡെലിവറി ചെയ്യണമെന്നോ സിസേറിയൻ വേണ്ട എന്നോ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതല്ലേ തൊട്ടുമുമ്പ് പറഞ്ഞത്. രോഗം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. അപ്പൊ എന്താ, ഗർഭിണി ആവാതിരിക്കണോ? അല്ല, ഗർഭം വരുന്നതിനെക്കാട്ടി നല്ല ഗർഭിണി ആകാതിരിക്കുന്നതാണല്ലോ. അതാണോ പ്രതിരോധം? എനിക്ക് മനസ്സിൽ
അത് ഈ വിവരമില്ലാത്ത ആൾ സാഹിത്യം എഴുതുമ്പോൾ ഉണ്ടാകുന്ന ചില മിസ്റ്റേക്കുകളാണ്. അതായത് ഒരു സ്ത്രീയെ ഇപ്പോൾ ഗർഭിണിയാവാൻ പേടിക്കുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ പുതിയ പെൺകുട്ടികൾ ഗർഭിണിയാവണ്ടാന്ന് തീരുമാനിക്കുന്നു. ഇവിടെ പുതിയ പെൺകുട്ടികൾ കല്യാണം തന്നെ വേണ്ടാന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ ആണോ വിവാഹം കഴിക്കേണ്ടി വരിക എന്ന് പറയുന്ന പേടി കൊണ്ടാണ്. ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് വരെ കണ്ടായിരുന്നു, വാട്ട് ഇഫ് അണ്ണൻ എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കാരണം പെൺകുട്ടികൾ കല്യാണം തന്നെ കഴിക്കുന്നില്ല. ആ പേടിയെക്കുറിച്ച് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഗർഭിണിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും അവർ ഗർഭിണിയാവണ്ടെന്നുള്ള തീരുമാനം പേടി കൊണ്ടാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ചുറ്റും നോക്കുമ്പോഴേക്കും ഒരു 20-28 വയസ്സുള്ള ആ ഒരു പ്രായത്തിനിടയിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെ വലിയ വയറും ചുമന്നുകൊണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെയൊക്കെ കയ്യിൽ കുഞ്ഞുങ്ങളെ കാണുന്നില്ല എന്നുള്ളത് അവർ ഗർഭിണിയാവണ്ടെന്ന് തീരുമാനം എടുത്തതുകൊണ്ടാണെന്നാണ് അണ്ണൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അണ്ണൻ ഇങ്ങനൊരു തോന്നൽ. അണ്ണൻ നാട്ടിൽ ഒരുപാട് ഈ കുഞ്ഞുങ്ങളുണ്ടാവാത്ത പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പറ്റാത്ത ആളുകളെ സഹായിക്കുന്ന ഒരുപാട് ഫേംസ് ഉണ്ട്. അവിടെയൊക്കെയും വലിയ വലിയ തിരക്കാണ്. ഒരുപാട് ആളുകൾക്ക് ആഗ്രഹങ്ങളുണ്ട്, ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അവർ ആശുപത്രികളിൽ അഭയം പ്രാപിക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട്. അതൊന്ന്. 2, സ്വന്തം കരിയർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഞാൻ ഫിനാൻഷ്യലി സെറ്റായതിനു ശേഷം, അതായത് ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളും, 12 പിള്ളേരെ ഉണ്ടാക്കിയിട്ട് 12 വഴിക്ക് വിടുക എന്ന് പറയുന്ന ആ പഴയ, ഞാൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ എല്ലാം മോശമാണെന്നല്ല, പക്ഷേ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം അതായിരുന്നു. 10 പിള്ളേരുണ്ടെങ്കിൽ 10 വഴിക്ക് പോകും. അതിൽ തന്നെ ഒരു 4 എണ്ണം തട്ടിപ്പോവും. രോഗം വന്നായിരിക്കും, ചിലപ്പോൾ ജന്മം കൊണ്ടായിരിക്കും, വേറെ കുറച്ച് ആളുകൾ നാട് വിട്ടു പോകും. 2-3 എണ്ണമാണ് എല്ലാ കുടുംബത്തും മിച്ചം ഉണ്ടായിരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ ഒരു കുഞ്ഞിനെയാണ് ജന്മം നൽകുന്നതെങ്കിലും ആ കുഞ്ഞിന് എല്ലാ കെയറും കൊടുക്കാൻ പറ്റണം, അതിന് ഏറ്റവും നന്നായി എനിക്ക് നോക്കാൻ പറ്റണം എന്ന ചിന്തയുള്ളത് കൊണ്ട് സ്വന്തം ലൈഫും കൂടി സെറ്റിലാക്കി പാർട്ട്ണറും എല്ലാം ചേർന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ പിള്ളേർ ഉണ്ടാവണമെന്ന് അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് വൈകുന്ന ആളുകളുണ്ട്. ആ കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ പേടിയാ എന്ന് പറയുന്ന മറ്റേ മുറുക്കാൻ ചവച്ച് വീടിൻ്റെ മുറ്റത്തിരുന്നിട്ട് ഹാപ്പു എന്ന് തുപ്പിയിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയാണ് എന്ന് പറയുന്ന ആ സാധനം അടിക്കുക എന്നുള്ളതാണ്. ഇത് സ്റ്റുപ്പിഡിറ്റിയാണ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ വിവരം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആരോടാ പറയുന്നത്? നിനക്ക് ഇപ്പോഴും പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റും നോക്കണം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പുതിയ തലമുറയിലെ ആളുകളോട് സംസാരിക്കണം, അല്ലാതെ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ജീവിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് അറിവുകൾ കിട്ടും. നമ്മുടെ കയ്യിലുള്ള പാത്രം ഫുള്ളാണ് എന്ന് വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും ഇടാൻ പറ്റില്ല. ചുറ്റുമുള്ള ആളുകളോട് സംസാരിച്ച് പുതിയ ജനറേഷനുള്ള ആളുകൾ പറയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ കുറച്ചൊക്കെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്കിപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല, എന്താണ് കാരണം, എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ സ്ത്രീ രൂപത്തിൽ നടക്കുന്ന നികൃഷ്ട ജീവികളും പിന്നെ ബാക്കിയുള്ളവരും ഒക്കെ ചേർന്നിട്ട് അമ്മയാവുക എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ പേടിപ്പിക്കുന്നത് മാത്രമല്ല. ഒരു കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ കിട്ടുമോ എന്നുള്ള പേടിയുണ്ട്. ഇനി കല്യാണം കഴിഞ്ഞ് കുഞ്ഞ് ഗർഭാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ള ടെൻഷനുണ്ട്. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ട. അല്ലാതെ നിങ്ങൾ മഹത്വം തള്ളിക്കയറ്റി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് നമ്മളിവിടെ വിവരം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. 10 മാസത്തെ ആശുപത്രി വാസമാക്കി പ്രസവത്തിനെ മാറ്റുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെക്കപ്പിന് പോകുന്നത്? ചെക്കപ്പിന് പോകുന്നത് കൊണ്ട് മാത്രം കുഞ്ഞിൻ്റെ ആയാലും അമ്മയുടെ ആയാലും ആരോഗ്യസ്ഥിതിയിലുള്ള വ്യതിയാനങ്ങളെ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതിനനുസരിച്ച് കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇന്നലെ വന്ന മെസ്സേജാണ്, 16 കുട്ടികൾ ഉണ്ടായതിൽ 4 കുട്ടികൾ മരിച്ചു. പിന്നെയും അവരെ കൊണ്ട് പ്രസവിപ്പിച്ച് 10-12 കുഞ്ഞുങ്ങളായതിനു ശേഷം ഏറ്റവും അവസാനത്തെ കുഞ്ഞിന് ജന്മം നൽകി. അമിത രക്തസ്രാവത്തെ തുടർന്ന് അമ്മ മരിച്ചു. അവർ ആശുപത്രിയിലല്ല പോയത്, വീട്ടിൽ തന്നെ പ്രസവിക്കുകയായിരുന്നു. അവരൊരു പ്രസവിക്കുന്ന മെഷീനാക്കി മാറ്റുമായിരുന്നു. അങ്ങനെയുള്ള ഒരു മെഷീൻ്റെ കഥയാണ് നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് വീണ്ടും വന്ന് നെല്ലിടിച്ച കഥ. അല്ലാതെ അത് മറ്റേ ഗ്ലോറിഫൈ ചെയ്തിട്ട് അവരുടെ ആരോഗ്യസ്ഥിതിയെ കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഒന്നുമല്ല. അവരെ ഒരു പ്രസവിക്കുന്ന മെഷീനായിട്ട് പരിഗണിച്ചിരുന്നു, അവർ ജോലി ചെയ്യുന്നൊരു മെഷീനായിട്ട് പരിഗണിച്ചിരുന്നു. അങ്ങനെ കുറേ മെഷീൻസ് ആ സമയത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു, അമിത രക്തസ്രാവവും അല്ലാതെ പല കോംപ്ലിക്കേഷൻസിൻ്റെയും ഭാഗമായിട്ട്. ഇന്ന് ആശുപത്രിയിൽ പോകുന്നതുകൊണ്ട് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെയും പറഞ്ഞു, നമുക്കൊരമ്മ മെസ്സേജ് അയച്ചത് അവരുടെ ഗർഭാശയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആദ്യത്തെ 3 കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടമായി. പിന്നീട് അത്രയും പ്രോപ്പർ കെയർ കൊടുത്തിട്ടാണ് അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. ആ കുഞ്ഞിനെ അവർ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നില്ല, അതിനെ നന്നായി അവർ നോക്കുന്നില്ലേ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർക്ക് ആ കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ആ സിസ്റ്റത്തിനെയാണ് നിങ്ങൾ 10 മാസത്തെ ആശുപത്രി വാസമാക്കി മാറ്റുന്നു. ചില ആളുകളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ 10 മാസത്തിൽ അവർ പല ദിവസം ആശുപത്രി പോകേണ്ടി വരും, പ്രസവം ആശുപത്രിയിലാക്കേണ്ടി വരും. എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയൽ ആ ഒരു ഹെൽത്ത് സെറ്റപ്പിലുള്ള എല്ലാവരുടെയും പ്രസവം ഏറ്റവും സ്മൂത്തായിട്ട് നടക്കുന്ന പരിപാടിയൊന്നും അല്ല. ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടൊരു സെൻറ്റൻസ് വളരെ കറക്റ്റായിട്ട് കാണും. അതായത് ഇവരൊക്കെ ചേർന്ന് ചെയ്ത ഒരു ഗുണം എന്നത് അമ്മയാകാൻ ഇന്ന് പല പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. വളരെ സത്യമായ കാര്യമാണ്. അതൊരുപാട് മനുഷ്യർ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ബോധവൽക്കരിക്കുകയും ഒക്കെ ചെയ്തതിലൂടെ വന്ന മാറ്റമാണ്. അമ്മയാകാൻ ഇന്ന് പല പെൺകുട്ടികൾക്കും താല്പര്യമില്ല. കല്യാണം കഴിക്കാൻ പോലും താല്പര്യമില്ലാത്ത പെൺകുട്ടികളുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെയൊക്കെ ഉള്ളതോടെ
ബേസിക്കായിട്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടി, അവർ ലോകം കാണാൻ തുടങ്ങി, അവർക്കിപ്പോൾ അറിയാം എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടാത്തതെന്നും ആരെയൊക്കെ അടുപ്പിക്കാമെന്നും ആരെയൊക്കെ അകറ്റി നിർത്തണമെന്നും ഇതൊക്കെ ഇപ്പം അത്യാവശ്യം പെൺകുട്ടികൾക്കൊക്കെ ഒരു ബോധ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ. അത് പെൺകുട്ടികൾക്ക് ബോധ്യം വന്നു എന്ന് പറയുമ്പോൾ പെൺകുട്ടികളൊക്കെ നന്നായി ആൺകുട്ടികളൊക്കെ മോശമായി നല്ല കേട്ടോ. അങ്ങനല്ല, പെൺകുട്ടികൾ ലോകം കാണാൻ തുടങ്ങിയപ്പോൾ എന്നെപ്പോലെ വിവരമുള്ള, എന്നെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു നല്ല പയ്യൻ ലോകത്തുണ്ട്. അതായത് നമ്മൾ ഈ ചുറ്റും കാണുന്ന ഇവരെ വെറുപ്പിച്ചിട്ടുള്ള ഈ അണ്ണന്മാർ മാത്രമല്ല, അല്ലാതെ നല്ല പയ്യന്മാരുണ്ട്, നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്, വിവരമുള്ള വിദ്യാഭ്യാസമുള്ള പുരുഷന്മാരുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഐ ഡിസേർവ് ബെറ്റർ ആയിട്ടുള്ള ആണുങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലാതെ ആണുങ്ങൾ മോശമായി നല്ല, അത് മാത്രമല്ല നമ്മൾ പറയുന്നത് ബെറ്റർ പുരുഷന്മാരുണ്ടെന്നുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി എന്നുള്ളത് ഈ പറയുന്ന ആഗ്രഹവും സ്വപ്നവും കാര്യങ്ങളും ഒക്കെയാണ്, പക്ഷെ അതിനേക്കാട്ടിലുപരി അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കാര്യം മനുഷ്യന്മാർ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ വെറുതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു, നമുക്ക് കുറച്ച് പൈസയുണ്ട് എന്നതുകൊണ്ട് കുറച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ട് എന്നാൽ ഞാനൊന്ന് പ്രസവിച്ചേക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു നാട്ടുകാർ എന്ത് ചോദിക്കും അതിൻ്റെ പേരിൽ ഒന്നാവാം, ഒന്ന് കഴിയുമ്പോൾ നാട്ടുകാർ പിന്നെയും ചോദിക്കുമല്ലോ രണ്ടാവാം എന്ന് പറയുന്ന ഈ ശീലിച്ച് വന്നിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി കുട്ടി എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അണ്ണൻ ആലോചിച്ച് നോക്കിയേ, ഇന്നിപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാക്കി ആ കുട്ടിയെ പ്രോപ്പർ കാര്യങ്ങളും ഒന്നും കൊടുക്കാതൊക്കെ ഇരുന്നിട്ട് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതിന് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, നാളെ ആ കുട്ടി വളർന്ന് വലുതായിട്ട് സമൂഹത്തിൽ പോയിട്ട് കുറേ മണ്ടത്തരങ്ങളും വിവരമില്ലായ്മയൊക്കെ വിളിച്ച് പറയുന്ന അണ്ണനൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ അത്തരത്തിലൊരു കുട്ടി വേണ്ട എന്ന് മനുഷ്യന്മാർ ചിന്തിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ? നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ആ കുട്ടി ഒരു എമ്പതി ഇല്ലാതെ നാളെ വളർന്നു വന്ന് അതൊരു സാമൂഹ്യദ്രോഹിയായി വേറൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നികൃഷ്ടജീവി എന്നൊക്കെ വിളിക്കുന്ന ഒരു പാകത്തിലൊരു ആ കുട്ടി വളർന്നു വരുന്നത് മോശമല്ല എണ്ണ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി വേണ്ട എന്ന് ഒരു പെൺകുട്ടി ചിന്തിക്കുന്നതിൽ, ഒരു സ്ത്രീ ചിന്തിക്കുന്നതിൽ നമുക്ക് ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഈ കാലത്തെ പെൺകുട്ടികൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ഈ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അണ്ണൻ അഡ്രസ്സ് ചെയ്തത് പെൺകുട്ടികളെ ആയതുകൊണ്ടാണ് ഞാൻ ആൺകുട്ടികളെ മറക്കുന്നില്ല, പുരുഷന്മാരെ, അതായത് ഈ പെൺകുട്ടി ആൺകുട്ടി എന്ന് പറയുന്നത് സ്ത്രീ പുരുഷന്മാരെ ഞാൻ മറക്കുന്നില്ല. പുരുഷന്മാർക്കും നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇപ്പൊ കുറേയൊക്കെ അവർക്ക് വേണ്ടിയും കൂടെ ജീവിക്കാൻ പഠിച്ചടോ. ഈ നാട്ടിലൊക്കെ പല അണ്ണന്മാരും കാണും, അവന്മാരിരുന്ന് പല വിവരദോഷവും പറയും. അപ്പോൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലെന്നേ, അവന്മാരുടെയൊക്കെ വാക്കിന് അത്രയും വില കൊടുത്താൽ മതി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് സ്ത്രീകളും പുരുഷന്മാരും വളർന്നു. അതുകൊണ്ട് അവർക്ക് തോന്നുമ്പോൾ, അവർക്ക് വേണമെങ്കിൽ, അവർക്കതിനുള്ളൊരു സാഹചര്യം ഒത്തുവരുമ്പം അവർ കുട്ടികളെ ഉണ്ടാക്കിക്കോളും. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയായതുകൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. ആ റെസ്പോൺസിബിലിറ്റിയെ റെസ്പെക്റ്റ്ഫുള്ളി അവർ നോക്കിക്കാണുന്നുണ്ട്. ഇതൊരു ഉത്തരവാദിത്വമാണ്, അത് ഏറ്റെടുക്കാൻ ഞാൻ പ്രാപ്തനാവണം എന്ന തിരിച്ചറിവുണ്ട്. അല്ലാതെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നതല്ല, അതിനോടൊരു റെസ്പെക്റ്റ് ഉണ്ട്. പിന്നെ ഈ നോർമൽ ഡെലിവറി എന്നത് ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയായെന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓരോ ആശുപത്രിയിലും ഓരോ ദിവസം വെച്ച് പോകും, എന്നിട്ട് അവിടെയുള്ള ഓരോ നോർമൽ ഡെലിവറിയും ഡോക്ടർമാർ സമ്മതിക്കുമായിരിക്കും അണ്ണനെയും കൂടെ കയറ്റി. ഇന്ന് അണ്ണനെ ഒരു നോർമൽ ഡെലിവറി കാണിക്കാം, നാളെ അണ്ണനെ ഒരു നോർമൽ ഡെലിവറി, അണ്ണൻ എല്ലാ ആശുപത്രിയിലും പോയി ഓരോ നോർമൽ ഡെലിവറി വെച്ച് ഓരോ ദിവസം കാണും, സ്റ്റോറി ഇടും. അതെ, എന്നിട്ട് ആരെയും പറഞ്ഞു അതെ ഇന്ന് 2 കിട്ടി, ഇന്ന് 2 കിട്ടി, നാളെ 1 ഉള്ളു, അല്ലെ മറ്റന്നാൾ ഇല്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ 1 പകരം 2 നോർമൽ ഡെലിവറി കണ്ടു. അണ്ണനിപ്പോ നോർമൽ ഡെലിവറി എന്താ അണ്ണന്റെ പ്രശ്നം എന്തോന്ന്? അണ്ണനെ പ്രസവിക്കുന്നേ കാണണോ? എനിക്ക് കണ്ടുകൂടാ. അതെ, നോർമൽ ഡെലിവറി വേണേ. എന്നിട്ട് അടുത്ത സെന്റൻസ് പറയാണേ സിസേറിയൻ വേണ്ട എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാ എനിക്ക് നോർമൽ ഡെലിവറി കാണണം. കോഴി മരിക്കാൻ പാടില്ല എന്നാ എനിക്ക് ചിക്കൻ കഴിക്കണം. അതെന്ത് പരിപാടിയാ? നല്ല ഉദാഹരണം. അല്ല, കോഴി മരിക്കാൻ പാടില്ല പക്ഷെ എനിക്ക് ചിക്കൻ കഴിക്കണം, അത് നടക്കുന്ന കാര്യമല്ല അണ്ണാ. എന്തോന്നു? അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുന്ന അത്രയും കോഴികൾ ചത്തോട്ടെ, എന്നിട്ട് എനിക്ക് ചിക്കൻ കറി വേണം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ന്യായീകരണമാണ്, മെഴുകാണ് അങ്ങോട്ട്. ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ ഒരു പെൺകുട്ടിയെ മാനസികമായി ബാധിക്കും. അതിനെ ലഘൂകരിക്കുന്നത് ചുറ്റുമുള്ളവർ നൽകുന്ന കരുതലാണ്. പിന്നെ ഈ സെന്റൻസ് അണ്ണൻ തന്നെ എഴുതിയാണോ അതോ അണ്ണൻ ഇടയ്ക്ക് ചായ കുടിക്കാൻ വല്ലതും പോയ സമയത്ത് വേറെ ആരെങ്കിലും വന്ന് എഴുതിയതാണോ? അതായത് ചുറ്റുമുള്ളവർ ലഘൂകരിക്കും, പക്ഷെ ചുറ്റുമുള്ള എല്ലാവരും കൂടി ഇരുന്ന് മഹത്വവൽക്കരിച്ച് കഴിഞ്ഞാൽ അത് മാറില്ല. അണ്ണൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അണ്ണൻ്റെ മാത്രമല്ല, പൊതുവെ ഈ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഉള്ളവരും അതുപോലെ വിവരമില്ലാത്തവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു സെന്റൻസ് 2 സെന്റൻസ് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതും, ബാക്കി ഫുള്ള് വിവരക്കേട് എഴുതും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇതൊരു പഴയ ടെക്നിക്കാണ്. എന്നാൽ ഇവിടെ കുറേ ആശുപത്രികളും പണിയറിയാത്ത കുറേ ഡോക്ടർമാരും മരുന്ന് കച്ചവടക്കാരും സമൂഹത്തിൽ ഗർഭകാലത്തെ പ്രശ്നങ്ങൾ മാർക്കറ്റ് ചെയ്ത് അമ്മമാരുടെയും ഗർഭിണികളായ പെൺകുട്ടിയുടെയും അടുത്ത് എത്തിക്കുന്നു. അതെ,
പ്രസവിച്ചാൽ മരിച്ചു പോകുമോ എന്ന ഭയം പല പെൺകുട്ടികളിലും എത്തുന്നു. ഇതോടെ ഇവരുടെ ആശങ്ക ഉത്കണ്ഠ ഒറ്റ വാക്കാണ് വർദ്ധിക്കുന്നു. ഇതിവരെ കൂടുതൽ കുഴപ്പത്തിലെത്തിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അണ്ണൻ എന്തെങ്കിലും വല്ല ക്യാമ്പ് വല്ലതും നടത്തിയോ ഗർഭിണികളെ വെച്ചിട്ട്? അത്തരത്തിൽ ഏത് പെൺകുട്ടി, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആശുപത്രി ജീവനക്കാർ ഗർഭിണിയായിട്ട് അവിടെ ചികിത്സയ്ക്ക് ചെന്ന ഒരു പെൺകുട്ടിയെ മരണഭയത്തോടെ തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിയമ നടപടിക്ക് പോകേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഏത് പെൺകുട്ടിയിൽ നിന്നാണോ അണ്ണൻ ഈ വിവരം കിട്ടിയത്, ഞാൻ പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പോലീസിൽ ഒരു കേസായിട്ട് അതൊന്ന് ഫയൽ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. കാരണം അത്തരത്തിൽ ഏതെങ്കിലും ആശുപത്രി അധികൃതർ അത്തരത്തിൽ ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് അങ്ങനെ നമ്മൾ പറയുമ്പോൾ അണ്ണൻ എന്താ പറയുന്നത്, അങ്ങനെയൊന്നും പോകാനൊന്നും പറ്റില്ലെന്ന് നമുക്കറിയാലോ. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ. ഇവിടുത്തെ എല്ലാ ആശുപത്രികളും 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്നവയാണെന്നോ, എല്ലാ ജീവനക്കാരും ഏറ്റവും മികച്ച ആൾക്കാരാണെന്നും, ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാത്ത ആൾക്കാരാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നൊന്നുമില്ല. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരുടെ ഇത്തരത്തിലുള്ള എഴുത്ത് കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ടാവും ഒരു പെൺകുട്ടിയുടെ ന്യൂസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അക്യൂപങ്ചർ എന്നും പറഞ്ഞിട്ട് അതിനെ പ്രസവിക്കാനുള്ള ഒരു ടൂളായി മാത്രം ആ സ്ത്രീ ശരീരത്തെ കണ്ടിട്ട് അവർ അങ്ങനാടോ അവർ മരിച്ചത്? ഇപ്പം എന്താ ആശുപത്രികളോട് നിങ്ങൾക്ക് എന്താ ഇത്ര വിരോധം? എന്താ ഡോക്ടർമാരോട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ അവർ നിങ്ങളെ കടിച്ചോ? നിങ്ങൾ എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ പോവില്ലേ? നല്ല രീതിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല, ആ മേഖലയിലെ 1-2 മിസ്റ്റേക്സ് അത് ചൂണ്ടിക്കാണിക്കപ്പെടുക തന്നെ ചെയ്യണം. അത് റെക്ടിഫൈ ചെയ്യപ്പെടണം. അതിനി ഉണ്ടാകാതെയും ഇരിക്കണം. അതെല്ലാം വേണ്ട കാര്യമാണ്. പക്ഷെ എന്ന് കരുതി ആ മേഖലയെ ആക്ഷേപിച്ച് ഇവിടെയുള്ള ഡോക്ടർമാരെല്ലാം പ്രശ്നക്കാരാണ്, മെഡിക്കൽ സിസ്റ്റം എല്ലാം പ്രശ്നക്കാരാണ്, അവർ കാരണം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു വെക്കുന്നത് കുറേ വാക്ക് നമ്മൾ പറഞ്ഞില്ലേ, ബോധക്കേടാണ്, വിവരക്കേടാണ്, വൃത്തികേടാണ്. ഇനി പുതിയൊരു വാക്ക് പറയോ അണ്ണനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നേ? ഉത്തരവാദിത്തരാഹിത്യം. എന്നാ ആ സാധനമാണ്. ഒരു കാലഘട്ടമുണ്ട്, അതായത് 90കളുടെ അവസാന ഭാഗത്തേക്കോ പകുതിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഭയങ്കര സ്ട്രോങ് ആയി വരികയും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഈ ബില്ല് എടുക്കൽ, ആ കൊള്ള, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കുറേ സിനിമകളൊക്കെ വരികയും ചെയ്തു. ഈ സിനിമകൾ കാരണം ആ സിനിമ എടുത്ത എല്ലാവരെയും എന്തവരെയൊക്കെ ചെയ്യുക, അങ്ങനെ കുറേ സിനിമകൾ വന്നു. ഈ സിനിമകൾ കണ്ടു വളർന്നിട്ടുള്ള ഈ 80s കിഡ്സിൻ്റെ അല്ലെങ്കിൽ 90s കിഡ്സിൻ്റെ ഒക്കെ അവരൊക്കെയാണ് ഈ സിനിമകൾ കണ്ടിട്ടുള്ളത്. ഈ സിനിമകൾ കണ്ടു വളർന്നിട്ടുള്ള ആളുകൾക്കൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാത്രമല്ല, സ്കാനിങ്, അതേപോലെ ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ MRI എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചുമ്മാ അവന്മാർ കൊള്ളയാണെന്നേ. അത് നമ്മുടെ പൈസ പിടിച്ച് പറിക്കാൻ വേണ്ടിയുള്ള പരിപാടി, ഓരോ മെഷീനും വാങ്ങിച്ചു വെച്ച് ഇതൊക്കെ നമ്മുടെ ഇന്ന് മുതലാക്കണ്ടേ എന്ന് പറയുന്ന ഡയലോഗ് പഴയ സിനിമയിലെയാണ്. ആ സിനിമകളാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചത്. ഒരു സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല. അതാണ് ഇതിലെ പ്രശ്നം. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ ഈ കൈ പിടിച്ച് നോക്കിയിട്ടൊക്കെ രോഗം പറയുന്ന ഡോക്ടർമാരുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അന്ന് അവർക്ക് കൈ പിടിച്ച് നോക്കാനേ വഴി ഉണ്ടായിരുന്നുള്ളൂ, വേറെ വഴിയില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഓരോ കാര്യങ്ങളും റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർ ചെയ്യുക. ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, എനിക്ക് ഇവിടെ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ എല്ലിൻ്റെ വേദനയാണോ മസിലിൻ്റെ വേദനയാണോ നോക്കും. ഇനി അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണോ ഇവിടെ പെയിൻ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോ കൊണ്ടുവരാം, ന്യൂറൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, ചിലപ്പോൾ എന്തെങ്കിലും ഉളുക്ക് മാത്രമായിരിക്കും, ചെറിയ കാര്യമായിരിക്കും. പക്ഷേ ഇതൊരു വലിയ കാര്യമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ ഇന്ന് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പണ്ട് പറ്റില്ലായിരുന്നു. പണ്ട് ചുമ്മാ ഒരു ഉളുക്കാണെന്നൊക്കെ വെച്ചുകൊണ്ടിരുന്ന അവസാനം ഈ കൈ തന്നെ പോകുന്ന അവസ്ഥ വന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് ഇത് വേറെ പ്രശ്നമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ചെറിയൊരു നെഞ്ചിന് ഇവിടെ ഒരു ചെറിയ കനം പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ അവർ അപ്പം തന്നെ ECG എടുത്ത് നോക്കാൻ പറയുന്നത് ECG എടുപ്പിച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. ആ നെഞ്ചുവേദന ഗ്യാസിൻ്റെ ആണോ, ഉളുക്കിൻ്റെ ആണോ, അതോ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയാണോ, വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ അവർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാവാം. നിങ്ങൾക്ക് ഹോസ്പിറ്റലുകാർ പൈസ പിടിച്ച് പറിക്കുന്നു എന്ന് പറയുന്ന ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഒരു 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ പിന്നെ ഒരു ചിലവുമില്ല. വർഷത്തിൽ ഒരു 12,000 15,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആയി ഒരു വർഷത്തേക്ക്. പിന്നെ ആ വർഷം നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ ബില്ല് അടച്ചാലും അത് ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. യു ആർ ഫ്രീ. ഇവിടെ ആരും പിടിച്ച് പറിക്കുന്നതല്ല. നിങ്ങൾക്ക് വിവരം എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് സിറ്റുവേഷനുമായി അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഇത്രയും ഗംഭീരമാണെന്ന് നമ്മൾ പറയുന്നത് സിറ്റുവേഷൻസ് റൂൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഗർഭിണിക്ക് അവർക്ക് വയറ്റിലെ കുഞ്ഞിൻ്റെ അനക്കത്തിൽ എന്തെങ്കിലും ഒരു നേരിയ സംശയം തോന്നിയാൽ അവർക്ക് സ്കാൻ ചെയ്ത് നോക്കാൻ ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിക്കണം. അല്ലാതെ പൈസ പിടിച്ചു പറിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങോട്ടൊന്നും പോകണ്ട. ഡോക്ടർ സ്കാനിങ് നേടി അപ്പം ഭാര്യയും വിളിച്ചുകൊണ്ട് മുങ്ങുന്ന ഒരു ഭർത്താവിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഞാനൊക്കെ ആണെങ്കിൽ അവനെ കെട്ടിയിട്ടടിക്കണം എന്നേ പറയുള്ളൂ, അല്ല അവനെ മറ്റേ ഏതെങ്കിലും ഒരു കേസിന് പിടിച്ച് അകത്താക്കണം. കാരണം അവിടെ ഒരാളുടെ അതായത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വരെ ചികിത്സ നിഷേധിക്കുക എന്ന് പറയുന്ന കാര്യമാണ് ചെയ്യുന്നത്. അത് ചെയ്യണമെന്നേ. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ വരുമാനം കൂട്ടി വെച്ചിട്ട് നിങ്ങൾ വർഷത്തിലൊരു എമൗണ്ട് ചിലവാക്കിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അതൊരു മിനിമം മര്യാദയാണ്. രോഗികൾ ഇല്ലാതായാൽ ആശുപത്രികൾ ഇല്ലാതാകും. കോടികൾ മുടക്കി ആശുപത്രികൾ കെട്ടി ഉയർത്തിയത് ദാനം ചെയ്യാനല്ല. കോടികൾ മുടക്കി റിസർച്ച് ചെയ്ത് മരുന്ന് കണ്ടുപിടിക്കുന്നത് ആ കോടികൾ നിങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണ്. പരമാവധി രോഗിയാവാതെ ഇരിക്കാൻ നോക്കണം. അണ്ണൻ്റെ വിവരക്കേടിലേക്ക് നമുക്ക് വീണ്ടും സംഭാവന ചെയ്യാനുണ്ട്. ആശുപത്രി കെട്ടിടങ്ങൾ അവർ പണിയുന്നത്, മെഷീനറി വാങ്ങിച്ചു വെക്കുന്നത് പൈസ കൊടുത്ത് തന്നെയാണ്. ആ പൈസ അവർക്ക് വസൂലാക്കണം. ദാറ്റ്സ് എ ബിസിനസ്. പക്ഷേ ആ ബിസിനസ്സിനൊരു പ്രത്യേകതയുണ്ട്. അത് സേവന മേഖലയാണ്. നിങ്ങൾക്ക് അവരൊരു സേവനം തരുന്നു, അതിനവർ പ്രതിഫലം പറ്റുന്നു. ആ പ്രതിഫലം വെച്ചിട്ട് ഈ സിസ്റ്റം ഓണാക്കുന്നു, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് തുക തിരിച്ചു പിടിക്കുന്നു. ദാറ്റ്സ് എ ബിസിനസ്. അതൊരു സേവന മേഖലയിലെ ബിസിനസ്സാണ്. അത് അങ്ങനെയാണ് ലോകമെമ്പാടും വർക്ക് ചെയ്യുന്നത്. പണ്ട് വൈദ്യന്മാരുണ്ടായിരുന്നു. വൈദ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വൈദ്യന് ദക്ഷിണ കൊടുത്താൽ മതി. എന്താ അയാൾ ഫ്രീ ആയിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? അയാൾക്കും പൈസ വേണം. അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റം, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതിനുള്ള പൈസ അയാൾ വാങ്ങിക്കും. ഇന്ന് നമുക്ക് ഇത്രയും സർവീസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സർവീസ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്നു ഊർജ്ജശ്വാസം വലിച്ച് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി തീർന്നു വെക്കോളും. പക്ഷേ ഒരു സർവീസ് അവർ തരുമ്പോൾ അതിനുള്ള പൈസ. അങ്ങനെയാണ് ഇവിടെ ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, അറ്റൻഡർമാർക്ക്, എത്ര ആളുകൾക്കാണ്, എത്ര മേഖലയിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്ന പൈസ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കും. നിങ്ങൾ ഇന്ത്യൻ എക്കണോമിക്ക് കൊടുക്കുന്ന സംഭാവനയാണ് ഡോക്ടർക്ക് കൊടുക്കുന്ന ഫീസ്, അല്ലെങ്കിൽ ആശുപത്രി കൊടുക്കുന്ന ഫീസ്. അങ്ങനെ എന്താണ് ചിന്തിക്കാത്തത്? നിങ്ങൾ മറ്റേ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊപ്പം നിൽക്കുന്ന ആളൊക്കെ ഇല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തൊന്നും മനസ്സിലാക്കാത്തത്? ഏതൊരു മനുഷ്യനെയും ഭയം ബാധിച്ചാൽ അവനിൽ ശാരീരികമായി പ്രശ്നങ്ങൾ ഉടലെടുക്കും. അതുകൊണ്ട് ഗർഭിണിയാകുന്ന ഒരു പെൺകുട്ടിയോട് അവൾക്ക് മാനസിക ധൈര്യമായിരിക്കും ഉദ്ദേശിച്ചത്. മാനസിക ധൈര്യം പകരാൻ പറയുന്ന കാര്യങ്ങളാണ്. നോക്കുമോളെ, നമ്മുടെ നബീസുമ്മ 10 പ്രസവിച്ച ശേഷവും അരി ആട്ടി വെച്ചിട്ട് പോയതാണ്. അത്രയേ ഉള്ളൂ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇതൊരു അമ്മ പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയിട്ടല്ല. ജീവിതത്തിൽ അമ്മ എന്ന മൂല്യം തിരിച്ചറിയാത്ത, കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത, കുടുംബത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാത്ത കുറേ എണ്ണം സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന ഈ കുര ദയവ് ചെയ്ത് പുതിയ തലമുറ കേൾക്കരുത്. ഇതൊരു കുരയാണെങ്കിൽ അണ്ണാ നമ്മൾ കുരച്ചുകൊണ്ടിരിക്കും. കുരച്ച് ഹൗസ് ഓണർ കേൾക്കുന്നത് വരെ കുരയ്ക്കും. എല്ലാ പുതിയ തലമുറയിലെയും ആളുകൾ വാതിലും ജനലും തുറക്കുന്നത് വരെ നമ്മൾ കുരയ്ക്കും. അവർ തുറന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആദ്യത്തെ കുരയിൽ അവർ കേട്ടോളും. നിങ്ങളാണ് വീണ്ടും ആവശ്യമില്ലാതെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുര കുറേ ആൾക്കാർ കുറേ കാലം കേട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് തീരുമാനമായിട്ടുണ്ടാവും. നമ്മൾ കുരച്ചുകൊണ്ടേയിരിക്കും. യുനോ വൈ? ഈ അമ്മയില്ലേ മോളെ, നമ്മുടെ നബീസുമ്മ, ഇതിൽ നബീസുമ്മ എന്നുള്ള പേരൊക്കെ ഇടുന്നതിൽ പൊളിറ്റിക്കൽ ഉണ്ടല്ലോ. എൻ്റെ അണ്ണൻ ഇങ്ങനെ പഠിച്ചിട്ട് വന്നേക്കോ. പക്ഷെ അണ്ണൻ ഈ മറ്റേ എനിക്ക് രമേശ് പിഷാരടി എടുത്തിട്ടപ്പോൾ അണ്ണൻ അത്ര നല്ല കാലമല്ല. അണ്ണനത് മനസ്സിലാക്കണം. അണ്ണൻ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് സമയം നോക്കണം. ഈ നബീസുമ്മയുടെ ഉദാഹരണം പറഞ്ഞു തരുന്ന ഒരു അമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ അമ്മയെ നിങ്ങൾ ബോധവൽക്കരിക്കൂ. നമ്മുടെ നബീസുമ്മ 10 പെറ്റതല്ലേ, അതുകൊണ്ട് സാരമില്ലടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയെ, നിങ്ങൾക്കുള്ള കോംപ്ലിക്കേഷനെ ലഘൂകരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ധൈര്യം തരാനാണ് എന്ന് പറയുന്ന ഉഡായിപ്പ് ന്യായം പറയുക. അങ്ങനെ പറയുന്ന അമ്മയോട് നിങ്ങൾ പോയി പണി നോക്കാൻ പറയണം. അതെന്ത് മറ്റേ മഹത്വമുള്ള 6 മക്കളെ പ്രസവിച്ച് ഊട്ടി വളർത്തിയ വലിയ കൊലകൊമ്പൻ അമ്മയാണെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയെ നിങ്ങൾക്ക് ബോധമില്ലായിട്ടാണ്. നിങ്ങളുടെ നബീസുമ്മ അന്ന് 10 പെറ്റിട്ടുണ്ടെങ്കിൽ അതിൽ 4 ചത്തുപോയി, 2 വയ്യാണ്ടായി. നിങ്ങൾ ഈ പഴയ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എല്ലാ വീട്ടിലും തളർന്ന് നടക്കുന്ന ഒരു അമ്മ ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയോ? അവർ പെറ്റ് അവരുടെ ബോഡി തന്നെ വീക്കായിട്ട് ചെറിയൊരു വീഴ്ച വീണാൽ തന്നെ കിടപ്പിലാവും. അങ്ങനെ കിടപ്പിലായ ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു. നബീസുമ്മയുടെ മറ്റേ അവസാന കാലം വരെയുള്ള ജീവിതം അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. അത് നബീസുമ്മ ഇന്ന് പറയാനില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ പറയുന്ന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ അറിയാമായിരുന്നെങ്കിൽ ആ നബീസുമ്മ അന്ന് നബീസുമ്മയുടെ അടുത്ത് ചെന്നിരുന്ന ഭർത്താവിനെ ചവിട്ടി പുറത്താക്കിയാണ്. തൻ്റെ മിഷൻ അല്ലടോ ഞാൻ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് അണ്ണൻ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏതൊരു മനുഷ്യനെയും ഭയം ബാധിച്ചാൽ അവനിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉടലെടുക്കും. എനിക്ക് അറിയത്തില്ല ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നതാണെന്നുകൊണ്ട്. നമ്മൾ കുഞ്ഞു പിള്ളേരോട് പറയും ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ അവർക്ക് പേടിയായി. ഈ സൂചി കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ ഈ കുത്തിവെക്കും. അപ്പം നമ്മൾ പറയും ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം പല ഡോക്ടർമാരും ഞാൻ കാണാറുണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം ഇവർ കൊച്ചുകുട്ടികളല്ല. രണ്ടാമത്തെ കാര്യം ഇതൊരു പെയിൻ എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഡോക്ടേഴ്സൊക്കെ എന്താ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുക. ഇത് പെയിനുള്ള പ്രോസസ്സ് തന്നെയാണ്. അല്ലാതെ ഡോക്ടർമാർ വന്നിട്ട് മോളെ നബീസുമ്മ 10 പെറ്റതല്ലേ, അരിയിടിച്ചിട്ട് പോയപ്പോൾ എന്നൊന്നും ഒരു ഡോക്ടർമാരും പറയത്തില്ല. കാരണം അവർക്ക് വിവരമുണ്ട്. അവർ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും.
അവർ നമ്മളോടൊപ്പം ഉണ്ടാകും, ആ കോൺഫിഡൻസ് നമുക്ക് തരും. അതിനുശേഷം നമ്മളൊരു പ്രോസസ്സിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പവും അതിനുശേഷവും ഒക്കെ അവരുടെ സപ്പോർട്ട് ഞങ്ങളിവിടെ ഉണ്ട്, ഏത് തരത്തിലുള്ള സപ്പോർട്ടിനും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇമാതിരി മണ്ടത്തരങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുവല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും എളുപ്പമല്ലേ? പ്രസവിക്കാനുള്ള സ്ത്രീ കടന്നു വരുന്നു, അവരോട് നബീസുമ്മയുടെ കഥ പറയുന്നു, പോകുന്നു. ഡോക്ടറുടെ ആവശ്യം തന്നെ അവരിങ്ങനെ കാണിച്ചാൽ പോരെ നബീസുമ്മ 10 പെറ്റതാണെന്നും പറഞ്ഞിട്ട്. നബീസുമ്മയുടെ കൊച്ചുമോള് പോലും നിങ്ങളെ എറിഞ്ഞു ഓടിക്കോട്ടെ, ഉള്ള കാര്യം പറയാം. അതായത് കുടുംബത്തിന്റെ മൂല്യം തിരിച്ചറിയാത്ത, കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന അതായത് പൊതുവെ ഒരു ധാരണയുണ്ട്, ഈ പുരോഗമന ചിന്തകൾ പിന്തുടരുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികൾക്കൊക്കെ കുടുംബം ഇല്ല എന്നുള്ളത്. തൻ്റെ വീട്ടിലോട്ട് പാടോ, ഞാൻ എൻ്റെ അമ്മ അച്ഛനെ കാണിച്ചു തരാം. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഈ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന് എന്ത് പ്രശ്നം വന്നാലും കടിച്ചു തൂങ്ങി കടന്ന് കുടുംബത്തിൽ, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കുടുംബം എന്ന് പറയുന്നത് സ്വന്തം മാനസിക ശാരീരിക ആരോഗ്യത്തിൻ്റെയും അപ്പുറത്ത് വെക്കേണ്ട കാര്യമല്ല എന്ന് തിരിച്ചറിയുന്ന സ്ഥലത്ത് ഒരു ബന്ധം കഴിവതും മ്യൂച്വൽ റെസ്പെക്റ്റിൽ തന്നെ രണ്ടുപേരുടെയും സഹകരണം ഉണ്ടെങ്കിൽ, അങ്ങനെ എത്രയോ പേര് വേർപെടുന്നു. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ നിലനിൽപ്പിന് ഇതാണിപ്പോൾ ആവശ്യമെന്ന് കരുതി ആ ബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്ത്രീയും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഉള്ള നാടാണ് നമ്മുടെ. അല്ലാതെ ഈ കുടുംബം എന്ന് പറയുന്ന മൂല്യത്തിൽ പിടിച്ചു തൂങ്ങി, ഇത് പ്രിയങ്ക ചേച്ചിയുടെ ഡയലോഗ്, അത് ചേച്ചി പറഞ്ഞോളൂ, അത് പറയാൻ ഇവിടെ ചേച്ചി ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് വേറൊരാളുടെ ആവശ്യമില്ല. അതെ, അല്ലാതെ ഈ പറയുന്ന കുടുംബം ചേച്ചി പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കാം അവർക്ക് കുടുംബം ഉണ്ടോ എന്നുള്ളത്, അത് ചേച്ചി പറയുന്ന ഡയലോഗ്, താൻ അടിക്കേണ്ട കാര്യമില്ല. കുടുംബം, പുരോഗമനം, ഇതെല്ലാം കൂടെ എങ്ങോട്ടാ പോന്നേ? എവിടെ തുടങ്ങിയെന്ന് വല്ല ധാരണയുണ്ടോ? അതായത് വിവരവും വിദ്യാഭ്യാസമുള്ള ആരും പറയുന്നത് നിങ്ങൾ കേൾക്കരുത്, ഞാൻ പഠിപ്പിച്ചു തരാം, അതാണ് വീണ്ടും പറയുന്നത്. അതായത് പുതിയ തലമുറ ദയവ് ചെയ്ത് ഇത് കേൾക്കരുതെന്ന് കേൾക്കും. ഇത് പുതിയ തലമുറ കേൾക്കുക മാത്രമല്ല അവർ പറയുകയും ചെയ്യും. ഇപ്പം അണ്ണൻ പറയുന്നത് പുതിയ തലമുറ അവർ പറയുന്നത് കേൾക്കല്ലേ, ഇങ്ങോട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ. അവർ അങ്ങോട്ട് അണ്ണൻ പറയുന്നത് കേൾക്കാൻ വരാതിരിക്കുന്നതാണ് അണ്ണൻ്റെ ആരോഗ്യത്തിന് നല്ലത്, മാനസികവും ശാരീരികവും. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല മനസ്സോടെ. എനിക്ക് ആ ഡയലോഗ് ഓർമ്മ വന്നു, മോഹൻ നിങ്ങളൊരു നടനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ മറ്റേ ഡയലോഗ് ഇല്ലേ, ഭയം, ആ ഡയലോഗ് എന്ന് പറഞ്ഞേ ഏതൊരു മനുഷ്യനെയും അതെങ്ങനെ ആലോചിക്കണ്ടെന്നറിയോ? ലാലേട്ടൻ പറയുന്ന പോലെ ആലോചിക്കണം. ഏതൊരു മനുഷ്യനെയും ഭയം ബാധിച്ചാൽ പിന്നെ യാന്ത്രികമായിരിക്കും. ഇതൊക്കെ ഡയലോഗ്, സിനിമ ഡയലോഗ് അടിച്ച് മാറ്റി വെച്ചേക്കുക. നിങ്ങൾ ഒരമ്മയാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ല മനസ്സോടെ, ഈശ്വര ചിന്തയോടെ, നല്ല ഭക്ഷണങ്ങൾ കഴിച്ച്, പൂർണ്ണ ആരോഗ്യവതിയായി, എല്ലാ ജോലിയും ചെയ്തും, നല്ല ചിന്തകൾ ഉണർത്തുന്ന പുസ്തകങ്ങൾ വായിച്ചും, മനസ്സിന് കരുത്ത് നൽകുന്ന മനുഷ്യരുമായി ചേർന്ന് സഹകരിക്കും. അണ്ണനോട് സഹകരിക്കരുതെന്നാണോ അണ്ണൻ പറഞ്ഞു വെക്കുന്നത്? അപ്പൊ ഇനി ഞാൻ വേറൊരു ആംഗിളിൽ ആലോചിച്ചു. അണ്ണൻ ഉദ്ദേശിച്ചൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭിണിയായി കഴിയുമ്പോഴേക്കും പാലും പഴവും പരിപാടികളൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് മതഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിച്ച് നബീസുമ്മേനെ വലിച്ചിട്ടതിൻ്റെ ഉദ്ദേശം ഇത് ബാലൻസ് ചെയ്യാനാണ്, കൗണ്ടർ ബാലൻസാണ്. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് തൊഴുത് നിങ്ങളുടെ പ്രായമുള്ള അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെയൊക്കെ കാല് തൊട്ട് വന്നിച്ച് അടിച്ചു വാരി തുടച്ച് തുണി അലക്കി, അതും കല്ലിൽ തുണി അലക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇത് പണ്ട് ഞാനും വിശ്വസിച്ചിരുന്നേ, നമ്മളെ സിനിമകളിലൂടെയൊക്കെ പഠിപ്പിച്ചു. അതായത് കുനിഞ്ഞു നിന്ന് മറ്റേ അടിച്ചു വാരിയാൽ മാത്രമേ പ്രസവം സുഖപ്രസവമാവൂ. ചൂല് മറ്റേ കുഞ്ഞു ചൂല് കൊണ്ട് കൊടുക്കും വെട്ടിയിട്ട്. എന്ത് കരിയില ഭർത്താവ് വാരിയിടുന്നു, ഇതിട്ട് അടിച്ചു വാരി കഴിഞ്ഞാലാണ് സുഖപ്രസവം ഉണ്ടാവുക. സുഖപ്രസവം ഇപ്പൊ കിട്ടാത്തതിന്റെ കാരണം ഇപ്പൊ ആരും പണിയെടുക്കുന്നില്ല. ഇതൊക്കെ മേട്ടന്റെ ഡയലോഗാണ്. ഇത് മുഴുവൻ എടുത്തു വെച്ചിട്ട് ഈ സങ്കല്പത്തിനെ വീണ്ടും കൊണ്ടുവരാം. മനസ്സിന് ശക്തി നൽകുന്ന ആരാണെന്നറിയോ? ഏതെങ്കിലും ഒരു അമ്പലത്തിലെ പൂജാരി, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പോവുക. അങ്ങനെ നിങ്ങൾ കുഞ്ഞിന്റെ വയറിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രസവം സുഖപ്രസവം എന്ന് പറയുന്ന സാധനമാണ് ഈ കുത്തി നിറയ്ക്കുന്നത്. ഇതിൽ ഒരു മതം എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ പരിപാടി ഇതൊക്കെ തന്നെ. എങ്ങനെ വിശദീകരിച്ചാലും ഇങ്ങനെ തന്നെ. പക്ഷെ എന്റെ സംശയം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു അമ്മയാകാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ നല്ല മനസ്സിൽ ഈശ്വര ചിന്തയോടെ. അപ്പൊ നിരീശ്വരവാദികൾക്കൊന്നും ഇവിടെ പ്രസവിക്കണ്ടേ? അവർക്ക് കുടുംബമില്ലല്ലോ, ജീവികളാണല്ലോ. പൂർണ്ണ ആരോഗ്യവതിയായി എല്ലാ ജോലിയും ചെയ്ത് എല്ലാ ജോലിയും ചെയ്യണം. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെന്താണ് ഭർത്താവ് ചെയ്ത അല്ല, ഈ ഭർത്താവ് ചൂലെടുത്താൽ പൊങ്ങൂലേ? ഭർത്താവ് പൈപ്പിൽ നിന്ന് ഇത്തിരി വെള്ളം തുറന്നാൽ വരൂലേ? ഭാര്യ തന്നെ, അതും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഭാര്യ തന്നെ ചെയ്യണം. മരുന്നുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ ശീലിക്കൂ. ഗർഭകാലം ആനന്ദത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും കാലമാണ്, അല്ലാതെ പ്രസവം എന്ന ഒറ്റ പ്രോസസ്സ് അല്ല ഞാൻ പറഞ്ഞത്. അണ്ണൻ പ്രസവത്തിനെ മാത്രമല്ല പറഞ്ഞത്, ഗർഭകാലത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഗർഭകാലം ആനന്ദത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും കാലമാണ്.
ഈ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ മണമടിക്കുമ്പം അപ്പം തന്നെ പോയി വാള് വെക്കാൻ തോന്നുന്ന സ്ത്രീകളും ഗ്യാസിന്റെ ഇഷ്യൂ വന്നിട്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ ഞാൻ വെറുതെ എനിക്ക് ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് കുറവാണ്. ഞാൻ വളരെ കുറച്ചായത് കാലുവേദന, ഇത് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഒന്ന് കിടന്നാൽ മാത്രം മതി, ഒന്നിനും ഒരു സുഖം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കട്ടിലേ കിടക്കുന്ന സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ഗർഭകാലം ആനന്ദത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും കാലമാണെന്നോ വല്ലതും പറഞ്ഞ. അല്ല, ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വല്ല നേർച്ചയുണ്ടോ വാങ്ങിച്ചു കൂട്ടിക്കൊള്ളാമെന്ന്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്. ഇനി നിങ്ങൾ നേരിട്ട് കണ്ടു എന്ന് വാദിക്കുന്ന 2 സ്ത്രീകൾ അത് ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഗർഭകാലത്തെക്കുറിച്ചാണെങ്കിൽ അത് അവരോട് പറയൂ. അല്ലാതെ നാട്ടിലെ സ്ത്രീകളുടെ ഗർഭകാലത്തെ ജഡ്ജ് ചെയ്യാൻ താൻ ആരുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ആ ഡയലോഗ് മരുന്നുകൾ ആവശ്യത്തിന് മാത്രം കഴിച്ച് ശീലിക്കൂ. ഇല്ല, ഞങ്ങളൊക്കെ മറ്റേ ജെംസ് മുട്ടായി വാങ്ങിക്കണ പോലെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ആവശ്യം തീരുമാനിക്കുന്നത് ഡോക്ടറാണ്, നിങ്ങളല്ല. ആ അണ്ണൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫാർമ എന്ന വെബ് സീരീസ് മരുന്ന് കച്ചവട മേഖലയിലെ കള്ളങ്ങൾ കുറേയൊക്കെ പറയുന്നുണ്ട്. ഒരു അമേരിക്കൻ മരുന്ന് റിസർച്ച് കമ്പനിയിൽ ജോലി ചെയ്ത ഒരുവൻ എന്ന നിലയിൽ ആരോഗ്യരംഗത്ത് നടക്കുന്ന കള്ളത്തരങ്ങൾ എനിക്ക് ബോധ്യമുള്ളതാണ്. അണ്ണൻ ആ കമ്പനിയുടെ പേര് പറയണം. അതായത് അണ്ണൻ ജോലി ചെയ്ത ആ റിസർച്ച് കമ്പനി ഇത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് നടത്തുന്നത് എങ്കിൽ അണ്ണൻ ആ കമ്പനിയുടെ പേര് പറയണം. അണ്ണന്റെ ധൈര്യത്തെ കമ്പനി പൂട്ടിക്കണം. അതെ, അണ്ണന്റെ ധൈര്യത്തിന് പ്രധാനമന്ത്രി വരെ അതെ ഇത്രയും ഹോൾഡുള്ള അണ്ണൻ അത് പൂട്ടിക്കണം. അതിപ്പോ അമേരിക്ക ആണെന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അണ്ണൻ എല്ലാത്തിനും ഉള്ള കഴിവുണ്ട്. അതുകൊണ്ട് അണ്ണൻ ഇതും പൂട്ടിക്കാൻ പറ്റും. അണ്ണൻ 2020 ആളാണെന്നുള്ള മാത്രമല്ല, കോൺഗ്രസിലെ സ്ഥാനാർത്ഥി വരെ അറിയുന്ന അത്രയും ഹോൾഡ് അണ്ണൻ പറഞ്ഞിട്ടല്ലേ വി ഡി സതീശൻ മാറിയെന്ന് അണ്ണൻ പറഞ്ഞത്. അപ്പൊ അണ്ണനെ കൊണ്ട് പറ്റും. ഇങ്ങനെ പുള്ളിക്ക് മറ്റേ എന്താണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, വിദ്യാഭ്യാസ മന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അണ്ണൻ ഇതൊക്കെ ചെയ്യണം. ഇത് അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ ജനങ്ങളെ ദ്രോഹിച്ചോണ്ടിരിക്കുക. അണ്ണനല്ലേ പറഞ്ഞേ പിന്നെ രമേശ് പിഷാരടി ഒരു റിസ്കും ഇല്ലാത്ത മണ്ഡലത്തിൽ നിന്നും എല്ലാ റിസ്കും എടുക്കുന്നത് അണ്ണനാണെന്നുള്ളത്. അണ്ണൻ ഇത് എടുക്കണം. ഞാൻ പറഞ്ഞിട്ട് അണ്ണനെ കൊണ്ട് എൻ്റെ അണ്ണനല്ല, എൻ്റെ അണ്ണൻ എന്ന് പറയാൻ വേറെ ആളുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത അത്രയും നാൾ ആ കമ്പനിയിൽ ജോലി ചെയ്ത് അവരുടെ ശമ്പളവും വാങ്ങിച്ചിരിക്കാൻ അണ്ണനെ കൊണ്ട് എങ്ങനെ പറ്റിയാണ്? എൻ്റെ മനസ്സിലെ സങ്കല്പത്തിലെ അണ്ണൻ ഇങ്ങനൊന്നും അല്ല. അണ്ണൻ അവിടെ ജോലി പോലും ചെയ്യത്തില്ല. അല്ല, ചിലപ്പോൾ സ്പൈ ആയിരിക്കും അണ്ണൻ അത്രയും നാള്. അല്ല അത് ആദ്യം മാനേജർ തല്ലും, അത് കഴിഞ്ഞ് സിഒനെ തല്ലും, അത് കഴിഞ്ഞ് അവരുടെ കേന്ദ്ര ഓഫീസിന് തീയിടും. മറ്റേ അണ്ണന്റെ ആക്ഷൻ ഉണ്ടല്ലോ നാക്ക് കടിച്ചിട്ടുള്ള, അങ്ങനെയൊക്കെ ചെന്നിട്ട് തല്ലുന്ന അണ്ണനാണ് എൻ്റെ മനസ്സിലുള്ളത്. അണ്ണൻ പൂട്ടിക്കണേ അണ്ണ. ഇനി അടുത്തത്, നിങ്ങളെ രോഗിയാക്കാനാണ് ഓരോ മരുന്ന് കമ്പനിയും ശ്രമിക്കുന്നത്. കോടികൾ മുടക്കി ആശുപത്രി പണിയുന്നത് നിങ്ങളുടെ ആരോഗ്യം നന്നാക്കി നിങ്ങളെ രക്ഷപ്പെടുത്താനല്ല, മറിച്ച് അവർക്ക് ഇത് 2 തവണ പറഞ്ഞില്ലേ അണ്ണനിപ്പോൾ. അതുകൊണ്ട് തിരിച്ചറിവുണ്ടാവണം. തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ഞാൻ ഈ പറഞ്ഞത് ആശുപത്രിയിൽ പോകണ്ട എന്ന അർത്ഥത്തിലല്ല, പരമാവധി പോകാതെ ഇരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കാൻ നോക്കുക. എല്ലാവരും അതാണ് ഞാൻ പറഞ്ഞിട്ട്. എല്ലാം നമ്മൾ വിളിച്ചു വരുത്തുന്നതാണല്ലോ. എല്ലാ രോഗങ്ങളും എല്ലാ മനുഷ്യന്മാരും വിളിച്ചു വരുത്തുന്നതായതുകൊണ്ട് അവരോട് ഫോണൊക്കെ മാറ്റി വെക്കാൻ പറയാം. ഇനി ആരും ഒരു രോഗവും വിളിച്ചു വരുത്തണ്ട. അണ്ണൻ പറയുന്ന പോലെ പരമാവധി പോകാതിരിക്കുക. ഈ ഇത്രയൊക്കെ ചെയ്ത അണ്ണൻ ഈ അതും കൂടെ എഴുതണമായിരുന്നു. ഇങ്ങനെ വന്ന് പോകാതിരിക്കാൻ, ആശുപത്രിയിൽ പോകാതെ എന്ത് ചെയ്ത് പനി മാറ്റാം, ആശുപത്രിയിൽ പോകാതെ എന്ത് ചെയ്ത് ക്യാൻസർ മാറ്റാം, ആശുപത്രിയിൽ പോകാതെ എങ്ങനെ പ്രസവിക്കാം, ഇതൊക്കെ കൂടെ അണ്ണൻ എഴുതണമായിരുന്നു. അത് അടുത്ത പോസ്റ്റിൽ എഴുതണേ അണ്ണ. പരമാവധി ഒഴിവാക്കുക. മരിച്ചില്ല എന്നൊരു ഘട്ടത്തിൽ മാത്രം ആശുപത്രി പോവുക. അതിനുള്ളതാണ് ആശുപത്രി. അതെ, ഇതേ ചിന്ത മാത്രമാണ് 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് അറിയുക പോലുമില്ല എന്ന വിഷയത്തിൽ തമാശ രൂപേണ പറഞ്ഞ ഒരു വിഷയത്തെ വളച്ചൊടിച്ച് കണ്ടന്റാക്കി ആഘോഷിക്കുന്ന വിവരമില്ലായ്മയ്ക്ക് എന്താ പറയുക? വിവരം. ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പോലും മനസ്സിലായിട്ടില്ലാത്ത, അവരുടെ ഗർഭാവസ്ഥയെക്കുറിച്ച് പോലും ബോധമില്ലാത്ത ആളാണ് നോർത്ത് ഇന്ത്യയിലെ സ്ത്രീകളുടെ കക്കൂസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അണ്ണാ, നിങ്ങൾ ആദ്യം ഇവിടുത്തെ കാര്യം പഠിക്കും. ഇവിടെ എന്താണ്, നിങ്ങൾ മനുഷ്യന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ബിഗ് ബോസിൽ വോട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങളെല്ലാം തികഞ്ഞിട്ടില്ല. അത് നല്ല കാര്യം, അടിപൊളി, സൂപ്പർ. എനിക്ക് അടുത്ത സെന്റൻസ് വായിക്കാൻ മുട്ടിയിട്ട് അടുത്ത സെന്റൻസ് ഞാൻ അണ്ണന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വിമർശനം തെറ്റുകൾ തിരുത്താനുള്ളതാവണം, അല്ലാതെ വിഡ്ഢിത്തങ്ങൾ വിളമ്പലാവരുത്. സ്വാഭാവികം. ടേക്ക് ഇറ്റ് അണ്ണ. ഇത് അണ്ണൻ എടുത്തോ. ബാക്കി ഇതിനകത്ത് പറഞ്ഞ എല്ലാം നമ്മളെടുത്ത് അതിനുള്ള റെസ്പോൺസ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സെൻറ്റൻസ് ഇത് അണ്ണൻ എടുക്കണം. വിമർശനം തെറ്റുകൾ തിരുത്താനുള്ളതാവണം, അല്ലാതെ വിഡ്ഢിത്തങ്ങൾ വിളമ്പലാവരുതാണ്. എന്നോട് ഒരു സെൻറ്റൻസോടെ ഞാൻ ആഡ് ചെയ്യുവാണേ. വിഡ്ഢിത്തങ്ങൾ വിളമ്പി കിടന്നുരുളരുത്, കേട്ടോ. അതും കൂടെ, അതായത് ഒരു വിഡ്ഢിത്തം മറയ്ക്കാൻ 100 വിഡ്ഢിത്തരം എഴുന്നള്ളിക്കരുത്. അണ്ണൻ ഇത് ആഡ് ചെയ്തിട്ട് ഇത് അണ്ണൻ എടുത്തോ.
എൻ്റെ വക. വരികൾ അടർത്തി വിമർശിക്കാൻ തുടങ്ങിയാൽ ബൈബിൾ, ഖുറാൻ, ഗീത ഇവയുടെയൊക്കെ സൃഷ്ടാക്കൾ പെട്ടുപോകും. ഒരു വരി അടർത്തിയിട്ടില്ല, ഫുൾ അതുപോലെ വായിച്ചിട്ടുണ്ട്. ചിലതൊക്കെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. ഒരു വരി അടർത്തിയിട്ടില്ല, മൊത്തം അണ്ണനെടുത്തു. അത് മാത്രമല്ല, ബൈബിൾ ആയാലും ഖുറാൻ ആയാലും ഗീത ആയാലും ഇനി ബാലമംഗളം ആയാലും അതിനകത്ത് വരികൾ അടർത്തി വിമർശിക്കേണ്ടതിനെ വരികൾ അടർത്തി വിമർശിച്ചിട്ടുണ്ട്, വിമർശിച്ചു കൊണ്ടിരിക്കും. ആ വിമർശനങ്ങളുടെ ഭാഗമായി മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതെല്ലാം അറബിക്കടലിൽ പോയി കിടക്കും. അതങ്ങനെയാണെന്ന അത് ഈ ബൈബിളും ഖുറാനും ഗീതയൊക്കെ ആയിട്ട് നിങ്ങളുടെ വിഡ്ഢിത്തരത്തിനെ കമ്പയർ ചെയ്യാനുള്ള ശരിയാ പറഞ്ഞു വരുമ്പോൾ എല്ലാം ഏകദേശം കുഴപ്പമില്ല. അതായത് ഞാൻ എന്നെ എൻസൈക്ലോപീഡിയ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് പോലത്തെ ഒരു പരിപാടിയൊക്കെയാണ് അണ്ണൻ ഒപ്പിച്ചിട്ടുള്ളത്. അടിപൊളി. എല്ലാവരെയും പിടിച്ചിട്ടുണ്ട് അണ്ണൻ. എല്ലാവരുടെയും സപ്പോർട്ട് വേണമല്ലോ, അറിയാം. ബുദ്ധമതത്തിന്റെ ശാപങ്ങൾ സുമ്മാ വിടാതെ ജൈനമതവും. കുറഞ്ഞ പക്ഷം ഞാൻ എന്താണ് പറഞ്ഞത്, എന്താണ് അതുകൊണ്ട് സമൂഹത്തിൽ നൽകുന്ന സന്ദേശം മനസ്സിലായി എന്നത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവുക. അണ്ണനില്ലാത്ത കാര്യം ബാക്കിയുള്ളവർക്കുള്ളത് അണ്ണൻ്റെ കുറ്റമല്ലല്ലോ. ഇനി സാരാംശമാണേ, തീരാൻ പോവാണേ പോസ്റ്റ്. കുറച്ചുകൂടി എഴുതായിരുന്നു. ഇനി സാരാംശം. ഒന്നിനെയും ഭയക്കാതെ മനസ്സിന് കരുത്തു പകർന്ന് ജീവിക്കാൻ ശ്രമിക്കൂ. ജീവിതം ആസ്വദിക്കാൻ കഴിയും. മനസ്സിന് കരുത്ത് പകർന്ന് ജീവിക്കാൻ ശ്രമിക്കൂ. മനസ്സിന് കരുത്ത് പകർന്ന് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ജീവിക്കുന്നത്. ഇതേപോലുള്ള ആൾക്കാർ ചുറ്റുമുണ്ടാകുമെന്നും ഇതിലൊന്നും തളരരുതെന്നും ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയാലാണ് നമുക്ക് നമ്മുടെ ജീവിതം ഭംഗിയായി ജീവിക്കാൻ കഴിയുക എന്നുമുള്ള കരുത്താർജിച്ച് തന്നെയാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ മണ്ടത്തരമാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ കഴിയുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടും അതേ സന്തോഷത്തിൽ ജീവിച്ച് മറ്റേ അണ്ണൻ പറഞ്ഞ പോലത്തെ പ്രസവം ആസ്വദിക്കുന്ന പരിപാടിയല്ല, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരും, അത് ഡീൽ ചെയ്യും ഉണ്ട്, ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അണ്ണൻ ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഈ കുടുംബജീവിതമില്ലാത്ത നികൃഷ്ട ജീവികളെ കുറിച്ചിട്ടൊക്കെ അണ്ണൻ നാട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ. അണ്ണൻ ഒരു കുടുംബത്തിനെയും കൂടെ പഠിപ്പിച്ചു കൊടുക്കണേ. ഞാൻ അണ്ണന് പറഞ്ഞു തരാം ഏതാ കുടുംബം എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇനി ഇത്രയും ഗതികെട്ട ഒരു കുടുംബം വേറെ ഇല്ല. അണ്ണന് ക്ലൂ തരാം, അണ്ണൻ കണ്ടുപിടിക്കേ. സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഒരു കുടുംബത്തിലെ അണ്ണനും ചേച്ചി അവർ ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂവിനൊക്കെ പോയിരുന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മഹത്തായ ഉത്തരം നൽകും. അണ്ണൻ തല്ലാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി പറയും, എന്നെ തല്ലാറൊന്നുമില്ല. ഇനിയിപ്പോൾ തല്ലിയാൽ തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അറിയാതെ ഒന്ന് കൈ തട്ടി അണ്ണനെ എനിക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല, ഞാനതിനെ ഒരു അടിയായിട്ടൊന്നും കാണുന്നില്ല, അത് തലോടലായിട്ടേ കാണുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന വിവരക്കേട് വിളിച്ചു പറയുന്ന സമയത്ത് ബോധമുള്ള ആൾക്കാർ ഇതിനെയൊക്കെ കോൾ ഔട്ട് ചെയ്യും. ആ സമയത്ത് ചേച്ചി എന്ത് ചെയ്യുമെന്നറിയാവോ? CCTV ദൃശ്യങ്ങൾ പുറത്തു വിടും വീട്ടിൽ. എന്താ ചേച്ചി അണ്ണനെ തല്ലുന്നതിൻ്റെ. അണ്ണൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എയറിലാവുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഇന്നലെ രാത്രി 11 മണിക്കാണ് വീട്ടിൽ കയറിയത്, ആ 11 മണിക്ക് വരെ വീട്ടിൽ കയറാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഭർത്താവാണ് ഞാനെന്ന് എന്താണ് ഈ നാട്ടുകാർ മനസ്സിലാകാത്തതെന്ന് ചോദിച്ചാൽ അണ്ണൻ ഒരു പോസ്റ്റ് ഇടും. അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിച്ച് ഞങ്ങളുടെ കുടുംബം ഹാപ്പി ആയിട്ടാണേ ജീവിക്കുന്നത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നുണ്ടേ എന്നുള്ള പോസ്റ്റുകൾ പങ്കുവെച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കുടുംബം ഇന്ന് ഈ നാട്ടിലുണ്ട്. അണ്ണൻ പറ്റുവാണെങ്കിൽ അവരെ ഒന്ന് തപ്പിപ്പിടി. എന്നിട്ട് ഈ കുടുംബത്തിൻ്റെ മൂല്യത്തിൻ്റെ ക്ലാസ്സൊക്കെ അവർക്കൊന്ന് എടുത്തുകൊടും. അണ്ണനെ കൊണ്ട് പറ്റും, അണ്ണനെ കൊണ്ടേ പറ്റും. അത്രേ ഉള്ളൂ. ഒരു കമൻറ്റും കൂടി വായിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അഖിലെ കയ്യിൽ നിന്ന് പോയ കാര്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു കാര്യം. ഈ പറഞ്ഞ അത്രയും കാര്യത്തിനും ഈ പുള്ളിയുടെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോയ്ക്ക് മറുപടി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ അണ്ണൻ്റെ റിപ്ലൈ ഇങ്ങനെയാണ്: ഒന്നാമത്തെ നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ല. കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്, ഞങ്ങൾക്കല്ല അണ്ണന്. നോർത്ത് ഇന്ത്യൻ സ്ത്രീകൾക്ക് കക്കൂസ് കൊടുത്തപ്പോൾ ഇവിടെ മലയാളി പരിഹസിച്ചു. എൻ്റെ അറിവിൽ മലയാളി പരിഹസിച്ചിട്ടൊന്നുമില്ല. ആ പരിഹാസം വരുന്നത് നാം അനുഭവിച്ചിട്ടില്ലാത്ത ബുദ്ധിമുട്ട് മറ്റൊരാൾക്കുണ്ടെന്ന് പറയുമ്പോൾ തോന്നുന്ന പുച്ഛത്തിൽ നിന്നാണ്. ഈ വിഷയത്തിൽ സംസാരിക്കവേ നമ്മുടെ കേരളത്തിൽ ഗർഭകാലത്തെ കൊണ്ടു നടക്കുന്ന രീതികൾ ഏതാണ്ട് മാരക രോഗം വന്ന രീതിയിലാണെന്നും പ്രകൃതിയുടെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണിതെന്നും പറഞ്ഞു പോയതാണ്. ഇവിടെ മാരക രോഗം പോലെ അല്ല അത് കൊണ്ട് നടക്കുന്നത്, സ്വാഭാവിക പ്രക്രിയയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ വരുന്ന കോംപ്ലിക്കേഷൻസിന് ഇവിടെ കൃത്യമായൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടുണ്ട്. അല്ല അണ്ണൻ എന്താ പറയുന്നത്? ഇത് നമ്മൾ ഈ ചിലപ്പം ഭക്ഷണമൊക്കെ നമുക്ക് മതി, ഇത്രയും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ഭക്ഷണം മാറ്റി വെക്കേണ്ടി വരുന്ന സമയത്ത് ആൾക്കാർ പറയും ആഫ്രിക്കയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് കഴിയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ കിട്ടുന്ന ഭക്ഷണം മുഴുവൻ കുത്തിക്കയറ്റണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അതെന്താ? ഇത് ലോകത്ത് പല ഭാഗത്ത് പല ജനതകൾ
പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതി നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, മറ്റേ ആഫ്രിക്കയുടെ കാര്യം പറയുമ്പോൾ ഏതൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ആഫ്രിക്കയിലുള്ള ഓരോ പട്ടിണി കിടക്കുന്ന മനുഷ്യരെ ആലോചിച്ചിട്ട് എൻ്റെ പ്ലേറ്റിൽ വിളമ്പിയത് ഒന്നും കളയാതെ കഴിച്ച് ഞാൻ വയറെല്ലാം വീർത്തിട്ട് നമ്മൾ ഈ ആഫ്രിക്കയിലെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് നിങ്ങളെ ഓർത്ത് ഞാൻ പാഴാക്കാത്ത ഓരോ ഭക്ഷണം എൻ്റെ വയറ്റിലുണ്ടെന്ന് കാണിക്കുന്ന, അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും ഓരോ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ചുമ്മാ ഓരോ ന്യായീകരണമാണ്. ഇനി പ്രസവശേഷം ഒളിമ്പിക് മെഡൽ വാങ്ങിയ മേരി കോം ഇന്ത്യക്കാരിയാണ്. പ്രസവശേഷം അയ്യോ എൻ്റെ സൗന്ദര്യം പോയേ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളും നമുക്കിടയിലുണ്ട്. സൗന്ദര്യം പോയേ എന്ന് അവർക്ക് തോന്നുന്നത്, അവർ ആ സൗന്ദര്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്, ഇയാൾക്ക് എന്താ അതിന് ഇത്ര പ്രശ്നം എന്താ? പിന്നെ മേരി കോം പ്രസവശേഷം അവർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ പ്രസവിക്കുന്നതിനൊക്കെ മുമ്പ് അത്രയും ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ഒരാളാണ്. അവരുടെ വർക്കൗട്ട്, അവരുടെ ജീവചരിത്രം നമ്മൾ പ്രിയങ്ക ചോപ്ര അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ട്, അതെങ്കിലും കണ്ടു നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതെന്ന്. മാത്രമല്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രസവശേഷവും അവരുടെ സ്വപ്നത്തിന് പിന്നാലെ പോയി എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സ്വപ്നത്തിന് പിന്നാലെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ച് കഴിഞ്ഞ് മതി, ആ ഒരു ഉത്തരവാദിത്തം കുറച്ച് കഴിഞ്ഞ് മതി എന്നൊരു സ്ത്രീ തീരുമാനിക്കുന്നതിൽ എന്ത് കുഴപ്പമൊന്നേ? തന്നെയല്ല, അവർക്ക് ഇഷ്ടമില്ലാത്ത അരിയിടിച്ചിട്ടല്ല അവർക്ക് ഫിസിക്ക് വന്നത്, അവരുടെ സ്വപ്നത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ടാണ്. പിന്നെ തന്നെയല്ല, വട്ടപ്പൊട്ട് തൊടുന്നതല്ല ഫെമിനിസം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുമാതിരി എഴുത്താണത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പുരുഷ കേസരികളുടെ ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്ത്, ഇവിടുത്തെ വ്യവസ്ഥാപിതമായ പല കാര്യങ്ങളെയും ചോദ്യം ചെയ്താണ് മേരി കോം ഇടിക്കൂട്ടിൽ എത്തിയിട്ടുള്ളത്. അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഈ ചിന്ത ഉള്ളവർ അമ്മ ആവാൻ പോകരുത്. പണ്ട് പ്രസവിച്ചതൊന്നും സ്ത്രീകളല്ല എന്നാണോ നിങ്ങളുടെ വാദം? ആയാസരഹിതമായി ചെയ്ത ഒരു കാര്യം എങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുക, അല്ലാതെ കോടികളുടെ ബിസിനസ് നടത്തുന്ന ഫാർമ മേഖലയുടെ വക്താക്കളാകാതിരിക്കുക. അതായത് പണ്ടുള്ളവർ എങ്ങനെയാണ് പ്രസവിച്ചതെന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്ന്. നിങ്ങളുടെ തലയ്ക്കകത്ത് എന്താണ് പണ്ടുള്ളവർ പ്രസവിച്ചത് എങ്ങനെയാണോ, അതായത് ആ ഫിസിക്കൽ പരിപാടി ഉണ്ടല്ലോ പ്രസവം എന്ന് പറയുന്നത്, ആ പ്രോസസ്സ് എല്ലാ കാലത്തും ഒന്ന് തന്നെയാണ്. പക്ഷേ അന്ന് കിട്ടാതിരുന്നൊരു സപ്പോർട്ട് നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. അതുപോയി പഠിച്ചിട്ട് അത് ഇന്ന് ആവർത്തിക്കുമ്പോഴാണ് ഇവിടെ അക്യുപങ്ക്ചർ ചികിത്സ ചെയ്ത് അല്ലെങ്കിൽ അക്യുപങ്ക്ചർ മാർഗ്ഗത്തിൽ പ്രസവിച്ച് സ്ത്രീകൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാർമ കമ്പനികളെ കുറ്റം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ മനഃപൂർവ്വം അപകടത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നൊരു സാമൂഹ്യ ദ്രോഹമാണ് അഖിൽ മാരാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നമ്മുടെ സുരേഷ് ഗോപി സാറ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ സുരേഷ് ഗോപി സാറ് ചെയ്യുന്നത് സാമൂഹ്യ ദ്രോഹമല്ലേ? ഫാർമ കമ്പനികളുടെയൊക്കെ ആ കമ്പനികളുടെ പരിപാടിയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപി ഇങ്ങനെ ഇറങ്ങി നടക്കാവോ? നിങ്ങൾ ആദ്യം സുരേഷ് ഗോപി ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ആശുപത്രികളൊക്കെ പൂട്ടിക്ക്, പ്രൈവറ്റ് കമ്പനികളൊന്നും വേണ്ട, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരിക്കുന്നതിന് മുമ്പ് മാത്രം ചികിത്സിച്ചാൽ മതി. അണ്ണൻ നേരിട്ട് ഇൻസ്പെക്ഷൻസ് നടത്തിയ കുറച്ച് ഹോസ്പിറ്റൽസ് ഇരുന്നോട്ടെ കേട്ടോ. എൻ്റെ അമ്മയും ഭാര്യയും 2 പ്രസവിച്ചതാണ്. 2 പേരും അവരുടെ കുടുംബം മനോഹരമായി കൊണ്ടുപോകുന്നതും പ്രസവശേഷവും പ്രസവ സമയത്തുള്ള കോംപ്ലിക്കേഷൻസും രണ്ടും രണ്ടാണ്. പ്രസവിക്കാതെയും നിങ്ങൾ ഈ പറയുന്ന കുടുംബം മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അവർ മനോഹരമായിട്ടോ മനോഹരമല്ലാതെയോ പോകുന്നത് നാട്ടുകാർക്ക് എങ്ങനെയാണ് ബാധ്യതയാവുന്നത്? നിങ്ങൾ എന്തിനാണ് നാട്ടുകാരുടെ ബാധ്യത? അതല്ല, അണ്ണൻ ഈ പറഞ്ഞ കുടുംബങ്ങളിൽ ഒന്നിൽ അണ്ണന് തോന്നും അത് മനോഹരമായിട്ടാണ് കൊണ്ടുവന്നതെന്ന്, നാട്ടുകാർക്ക് തോന്നുന്നില്ല അത് അത്ര മനോഹരമായിട്ടാണ് കൊണ്ടുവന്നതെന്ന് എന്ന് കരുതി കുടുംബം മനോഹരമായിട്ടല്ലേ പോകുന്നത്? അല്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലല്ലേ നിങ്ങളുടെ കുടുംബം പോകുന്നത്, അതുപോലെ തന്നെയാണ് നാട്ടുകാരുടെ കുടുംബവും. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് തോന്നും അവർ മനോഹരമായിട്ടാണോ ജീവിക്കുന്നതെന്ന്, അത് മതി. നിങ്ങളുടെ കുടുംബം മനോഹരമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെൽ, ഗുഡ്, അടിപൊളി. നമ്മൾ അതിലൊന്നും പറയാൻ വരുന്നില്ല. ബാക്കിയുള്ളവരുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയോ നിങ്ങളുടെ കുടുംബം പോകുന്നത് പോലെയോ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർക്കൊന്നും കുടുംബമില്ല എന്ന് വാദിക്കാൻ അങ്ങോട്ട് ചെല്ലരുത്. ഞാൻ അമ്മമാരാകാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയും കുടുംബജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ജീവിക്കുന്നവർക്ക് വേണ്ടിയും പറഞ്ഞതാണ്. അല്ലാതെ സ്വന്തം ജീവിതം ഇല്ലാതെ പോയതിൻ്റെ നിരാശയിൽ മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കാൻ നടക്കുന്ന സ്ത്രീകളെയോ പുരോഗമനത്തിൻ്റെ പേരിൽ വരും തലമുറയെ നശിപ്പിക്കുന്ന ജന്മങ്ങൾക്കോ വേണ്ടിയല്ല. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവരൊക്കെ മരിച്ച്, അല്ലെങ്കിൽ അതിൽ കുറച്ച് മിച്ചമുണ്ട്, അവരുടെ കാര്യം നമ്മളിവിടെ എടുക്കുന്നില്ല. പക്ഷേ പുതിയ തലമുറയും നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ വിമർശനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. ഇത് വ്യക്തിപരമായ വിമർശനമല്ല, പക്ഷേ വിവരക്കേട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തിപരമായി നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. ആണ് നീ പറഞ്ഞ ഇത്രയും കാറ്റഗറി ഒന്നും എടുത്തു പറഞ്ഞിട്ട് ഇന്നുള്ള കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അമ്മയാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ബോധമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. അതെ, ഈ വീഡിയോ അണ്ണന് കാണാൻ വേണ്ടിയോ അണ്ണൻ്റെ ഫാൻസിന് കാണാൻ വേണ്ടിയോ അണ്ണൻ്റെ ഈ പറയുന്ന ഈ നല്ല കുടുംബം കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടോ അല്ല. അണ്ണൻ ഈ പറയുന്നതൊക്കെ കേട്ട് അത് പല രീതിയിൽ ബാധിക്കപ്പെടുന്ന ആളുകളുണ്ട്, അവർക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അണ്ണനെ പറഞ്ഞ് തിരുത്താൻ നമ്മൾ ആളല്ല. അണ്ണൻ അറിവിൻ്റെ നിറകുടം, അറിവിൻ്റെ എവറസ്റ്റ്, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാത്ത നമ്മളെ പോലെയൊക്കെ വിവരമില്ലാത്ത കുറച്ച് ആളുകൾ ആശുപത്രിയിലൊക്കെ പോയി അവരുടെ ജീവിതമൊക്കെ കരിപ്പിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില വിവരദോഷികളിരുന്ന് കുരയ്ക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടാവും. അയ്യോ, ഇവരൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നല്ലോ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാണല്ലോ എന്ന് തോന്നും. അങ്ങനെയുള്ള ആളുകളോട് നോ, ഇറ്റ്സ് നോർമൽ, വിവരക്കേട് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ചെറിയ എഫേർട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം
നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് വരുന്ന സ്ത്രീകളാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പുരുഷന്മാരെയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളെയൊക്കെ നമുക്ക് ഇത്തരത്തിൽ തന്നെ അവഗണിക്കുക. ചില ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതിനെ അവഗണിച്ച് വിട്ടുകൂടെ. അങ്ങനെ നമ്മൾ ഓരോന്നും അവഗണിക്കുക ഇൻ ദ സെൻസ് നമുക്ക് പലതരത്തിൽ അവഗണിക്കാം. നമ്മൾ ഇഗ്നോർ ചെയ്ത് റിയാക്ട് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല മനുഷ്യരിലും സെൽഫ് ഡൗട്ട് ഉണ്ടാക്കും. ഒരുപക്ഷെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പോസ്റ്റുകൾ വായിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നും ഞാനൊരു നല്ല സ്ത്രീയല്ലേ, ഞാനൊരു നല്ല അമ്മയല്ലേ എന്നുൾപ്പെടെയുള്ള ചിന്തകൾ ഒരുപക്ഷെ അവരുടെ മനസ്സിലേക്ക് വന്നേക്കാം. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അവഗണിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിനെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടണ്ട. നമുക്ക് അർഹിക്കുന്ന മറുപടി കൊടുത്തുകൊണ്ട് തന്നെ അതിനെ നേരിടാം. ഓരോ മനുഷ്യരും അർഹിക്കുന്ന മറുപടി ഉണ്ടല്ലോ. ഇപ്പം അണ്ണൻ അർഹിക്കുന്ന മറുപടിയാണ് നമ്മൾ കൊടുത്തത്, അതുപോലെ തന്നെ നമുക്കതിനെ നേരിടാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈച്ച നമുക്ക് ശല്യം മാത്രമേ ഉണ്ടാക്കുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഈച്ചയെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈച്ച പരത്തുന്ന ഏതെങ്കിലും ഒരു രോഗം നമ്മളെ മാരകമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈച്ച വരുമ്പോൾ അതിനെ നമ്മളൊന്നും ചെയ്യാതെ റിയാക്ട് ചെയ്യുക എന്നുള്ളതും ഈച്ചയെ ആട്ടിപ്പായിക്കുക എന്ന് പറയുന്നതും നമ്മൾ റിയാക്ട് ചെയ്ത് അതിനെ ആട്ടിപ്പായിക്കുക എന്ന് പറയുന്നതും ഓരോന്നും ഓരോ തരത്തിലുള്ള പ്രതിരോധമാണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ആൻഡ് സെൽഫ് ഡൗട്ടുള്ള അമ്മമാരുടെ കാര്യം പറഞ്ഞില്ലേ, ഓരോ അമ്മമാരും ഓരോ മേക്കിങ്ങിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പഠിച്ച് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വരിക. നീ ഒരു നല്ല അമ്മയല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയോടും കാലഘട്ടത്തിനോടും സാഹചര്യങ്ങളോടും റിയാക്ട് ചെയ്ത് അങ്ങനെ ഒരു അമ്മ ഇവോൾവ് ആയിട്ട് വരികയാണ്. ഇതുപോലെയുള്ള കുറേ വേസ്റ്റ് ചിന്തകളെ ഉള്ളിലേക്ക് എടുത്തിട്ട് സെൽഫ് ഡൗട്ട് കൊണ്ട് നടക്കരുത് പ്ലീസ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മൾ ഒരു മനുഷ്യനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഇവോൾവ് ചെയ്ത് വരുന്ന ആളുകളാണ്, മനുഷ്യർ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് ഇതാണ് മാതൃക, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ പോടെ എന്ന് പറയാനുള്ള ഒരു സാധനം നമ്മൾ കാണിക്കണം. അത് കാണിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണിത്. അതെ. അപ്പം അണ്ണൻ്റെ ഡെഫിനിഷനിൽ വരുന്ന നല്ല കുടുംബത്തിൽ പിറന്നിട്ടില്ലാത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.